സ്ഥലം വിശുദ്ധ സ്ഥലമാണ്, പരിശുദ്ധ സ്ഥലമാണ്. വളരെ ഭയത്തോടും വളരെ ഭക്തിയോടും ദൈവസന്നിധിയിലിരിക്കണം. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന ദൈവമാണ്. ഈ വിശുദ്ധ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന കർത്തൃദാസന്മാർ, ശുശ്രൂഷയെ നയിക്കുന്ന ദൈവദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ ഏവർക്കും നിസ്തുല്യനായ പാവനനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗദി അറേബ്യയിൽ നിന്നും വന്ദനം അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം ഇന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ദൈവദാസനിലൂടെ അല്പം സങ്കീർത്തനത്തിൽ നിന്ന് ദൈവവചനം കേട്ടല്ലോ. അതിനകത്ത് സംക്ഷിപ്തമായി എനിക്ക് പറയാനുള്ളത് 2 വചനങ്ങളാണ്. 1 പത്രോസ് 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുവാൻ സമയമായി. അത് നമ്മിൽ തുടങ്ങിയാൽ സുവിശേഷം അറിയിക്കാത്തവരുടെ അന്ത്യം, സുവിശേഷം അനുസരിക്കാത്തവരുടെ അന്ത്യം എന്തായിത്തീരും? താഴെ എഴുതിയിരിക്കുന്നു, നീതിമാൻ പ്രയാസത്തോടെയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്തായിത്തീരും? നീതിമാൻ, വിശുദ്ധനായ മനുഷ്യൻ, സത്യം മാത്രം സംസാരിക്കുന്ന, വഞ്ചനയില്ലാത്ത, ചതിയില്ലാത്ത, കള്ളത്തരമില്ലാത്ത, കള്ളം പറയാത്ത, കൈക്കൂലി വാങ്ങിക്കാത്ത, സത്യസന്ധനായ, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധർ. അങ്ങനെ നീതിമാനായ ഒരു വ്യക്തി പ്രയാസത്തോടെയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്തായി തീരും എന്ന് ഒന്ന് ശോധന കഴിക്കുക. പിന്നെയും 1 പത്രോസ് 1:17 നമ്മൾ വായിക്കുന്നു, മുഖപക്ഷം നോക്കാതെ ഓരോരുത്തർക്കും അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രവാസകാലം എങ്ങനെ? ഭയത്തോടെ കഴിപ്പീൻ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ഇനി വരാൻ പോകുന്ന കാലഘട്ടം അത്ര സുഖകരമായിരിക്കത്തില്ല. കള്ളപ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും TV പ്രഭാഷകന്മാരും ഇങ്ങനെ കൊടിയ ചെന്നായ്ക്കൾ വഞ്ചകന്മാർ വന്നിട്ട് എല്ലാം ശരിയാകും, കൊറോണയൊക്കെ മാറും, സുഗമമായ ജീവിതമായിരിക്കും, കർത്താവ് ഇനിയും അടിക്കടി ഉയർച്ചയൊക്കെ തരുമെന്നും പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുമ്പം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇനി വരാൻ പോകുന്ന നാളുകൾ അത്ര സുഖകരമായിരിക്കത്തില്ല. വലുതും ഭയങ്കരവുമായ നാളുകളായിരിക്കും. വലുതും ഭയാനകവുമായ നാളുകളാണ് ഇനി വരാൻ പോകുന്നതും. ഇത് ഈറ്റ് നോവിന്റെ ആരംഭം. ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ബർത്ത് പെയിൻ. ഇതുവരെ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ പെയിൻ. ലേബർ റൂമിൽ വീട്ടിലിരിക്കുമ്പോൾ ചെറിയ പെയിൻ തുടങ്ങി. ലേബർ റൂമിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഒറിജിനൽ പെയിൻ ആരംഭിക്കുന്നത്. ഇനി ഉള്ള നാളുകൾ ലോകമാകെ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂൾ കണ്ടിട്ടില്ല, ടീച്ചേഴ്സിനെ കണ്ടിട്ടുമില്ല. ഇനി വരാൻ പോകുന്ന വർഷവും അവർ ടീച്ചേഴ്സിനെ കാണാൻ പോകുന്നില്ല, അവർ സ്കൂള് കാണാൻ പോകുന്നില്ല. pre-KG കുഞ്ഞുങ്ങൾ മുതൽ ഓൺലൈനിലൂടെയാണ് അവർ വിർച്വൽ ക്ലാസ്സുകളിലൂടെയാണ് അവർ അവരുടെ ടീച്ചേഴ്സിനെ കാണുന്നതും ABCD പഠിക്കാൻ വേണ്ടി തുടങ്ങുന്നതും. ലോകമാകെ സകലം മാറുകയാണ്. ഈ കൊറോണ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. എന്തിനു വേണ്ടിയാ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനസാന്തരപ്പെടാൻ വേണ്ടി. മനുഷ്യൻ ദൈവസന്നിധിയിൽ ദുഷ്കാമ പ്രവൃത്തികളെ അഥവാ ദുർമാർഗങ്ങളെ ദുർപ്രവൃത്തികളെ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ് ദൈവം ഈ ബാധ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതും. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല ചലിക്കണമെങ്കിൽ കർത്താവ് അറിയണം. ഈ പ്രപഞ്ചത്തിൽ ഒരു മൺതരി ഇളകണമെങ്കിൽ നമ്മുടെ കർത്താവ് അറിയണം. കർത്താവ് അറിയാതെയല്ല ഈ ബാധ ഈ ലോകത്തിലേക്ക് വന്നതും. ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ്. എല്ലാവരും വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, നിന്റെ വരവിനും ലോകാവസാനത്തിനുമുള്ള ലക്ഷണം എന്താണ്? അപ്പോൾ അതിൽ യേശു എന്തു പറഞ്ഞു? മഹാവ്യാധികൾ ഉണ്ടാകും. There will be great pestilence, epidemic, pandemic. ലോകത്തിൽ മഹാവ്യാധികൾ ഉണ്ടാകും. എന്താ ഉണ്ടായില്ലയും?
പ്രപഞ്ചമുണ്ടായതിനു ശേഷം ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത മഹാവ്യാധികളിൽ ഒരു വ്യാധിയാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. എന്താ ഇനിയും സംശയമുണ്ടോ? കർത്താവ് വരുവാൻ അല്ലെങ്കിൽ ലോകാവസാനത്തിന് ഇനിയും നാളുകളുണ്ട് എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലോകം മാറി. 666 ലോകം അതിവേഗം പാഞ്ഞെടുക്കുകയാണ്. എല്ലാ രാജ്യങ്ങളിലും അവരുടേതായ ആപ്ലിക്കേഷനുകളുണ്ട് ഈ കോവിഡുമായിട്ടുള്ള ബന്ധത്തിൽ. ഇവിടെ തവൽക്കനയുണ്ട്, ബഹറിലെ ബി അവെയർ ഉണ്ട്, ഇന്ത്യയിലെ ആരോഗ്യ സേതു ഉണ്ട്. നിങ്ങളുടെ രാജ്യത്ത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓരോ രാജ്യത്തിനും അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം ഓരോ നാഷണൽ ഡാറ്റയിലേക്ക് കൈമാറപ്പെട്ടു കഴിഞ്ഞു. ഇനി ലോകത്തിലുള്ള മുഴുവൻ നാഷണൽ ഡാറ്റയും ഗ്ലോബൽ ഡാറ്റയിലേക്ക് കൈമാറപ്പെടും. ഗ്ലോബൽ ഡാറ്റയിലേക്ക് കൈമാറി കഴിഞ്ഞാൽ ഞാൻ യൂറോപ്പിൽ എത്തുമ്പോൾ ഞാൻ വാക്സിനേറ്റഡ് ആണെന്നും അവിടുത്തെ സിസ്റ്റം വിളിച്ചു പറയും, യെസ് ഈസ് വാക്സിനേറ്റഡ്. എൻ്റെ കയ്യിൽ കോപ്പി ഉണ്ടെന്നോ പേപ്പർ ഉണ്ടെന്നോ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ ഒരു കാര്യമില്ല. ഡിജിറ്റൽ ഡോക്യുമെന്റ് ആണ് ഇനി മുഴുവൻ റെഫർ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെ ഗ്ലോബൽ ഡാറ്റയിലേക്ക് മുഴുവൻ മനുഷ്യരും മാറ്റപ്പെടുമ്പോൾ വൺ വേൾഡ് ഓർഡർ, ഏക ലോക ഗവൺമെന്റിന്റെ ആരംഭമാകുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറയും. ബൈഡനും പറയും, നരേന്ദ്രമോദിയും പറയും, ചൈനയിലെ ജിൻപിങ് പറയും, എല്ലാവരും പറയും, we don't need many nations, we don't need many leaders, we need one leader with one nation. So we reach the end time, the world nearing its end. ഭയപ്പെടുക. ദാനിയേൽ പറയുകയാണ് 12:10 ദാനിയേൽ പറയുന്നു, ഡാനിയേൽ told 10, ഡാനിയേൽ said. എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ, ഈ സംഭവിക്കുന്നതൊക്കെ കാണുമ്പോൾ ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. ദൈവകൃപയുള്ളവർ, പരിശുദ്ധാത്മാവുള്ളവർ ഇത് ഗ്രഹിക്കും. അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാർ ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ദുഷ്ടന്മാരാരും ഇത് ഗ്രഹിക്കത്തില്ല. ഈ കൊറോണ വന്നതോടുകൂടി, ഈ സൂം മീറ്റിംഗ് ആരംഭിച്ചതോടുകൂടി, ആരാധന നിന്നതോടുകൂടി 98% വിശ്വാസികളും കോട്ടിൽ നിന്ന് വെളിയിലേക്ക് പോയി, ഔട്ടായി. ഇനി ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഭാഷയിൽ 2% മാത്രമേ കോട്ടിനകത്തുള്ളൂ. പൊതുവെ പറഞ്ഞാൽ ഒരു 5% ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ടേക്കാം. 5% കാണുമോ എന്നും എനിക്കറിയത്തില്ല. നോഹയുടെ കാലഘട്ടത്തിൽ സമയത്തിൽ ഏകദേശം 2-3 ലക്ഷം പേര് ലോകത്തിൽ ഉണ്ടായിരുന്നു, മുഴുവൻ ലോകത്തിലും. ആ 2-3 ലക്ഷം പേരിൽ ആകെ 8 പേരാണ് രക്ഷിക്കപ്പെട്ടതും. സോദോം ഗൊമോറ പട്ടണത്തിൽ ഏകദേശം 7-8 ലക്ഷം പേരുണ്ടായിരുന്നു. അന്നത്തെ ഏറ്റവും മനോഹരമായ പ്രദേശം. ആ ദേശത്ത് ന്യായവിധി അയച്ചപ്പോൾ വെറും 3 പേരാണ് രക്ഷപ്പെട്ടതും. ഇനി വരാൻ പോകുന്ന സമയത്ത് ഇനി എത്ര പേര് രക്ഷപ്പെടും? മിസ്രൈമിൽ നിന്നും ഈജിപ്തിൽ നിന്നും എത്ര ലക്ഷം പുറപ്പെടും? 6 ലക്ഷം പുരുഷന്മാർ, 6 ലക്ഷം സ്ത്രീകൾ, അവരുടെ കുഞ്ഞുങ്ങൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 10-30 ലക്ഷം പേരും ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടും. എത്ര പേര് വാഗ്ദത്ത നാട്ടിലെത്തി? 30 ലക്ഷം പേർക്കും 30 ലക്ഷം പേർക്കും ദൈവം വാഗ്ദത്തം കൊടുത്തു, നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന ദേശം തരും. They all got the promise. പക്ഷേ എന്താ സംഭവിച്ചത്? 30 ലക്ഷം പേരും സ്നാനപ്പെട്ടു, വെള്ളത്തിലൂടെ ചെങ്കടലിലൂടെ സ്നാനപ്പെട്ടു, മേഘത്തിന്റെ കീഴിൽ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചും. ലോകത്തിൽ വെച്ച് ലഭിക്കാവുന്നതിൽ വെച്ച് ഒരു മഹാനായ പാസ്റ്ററെ അവർക്ക് കിട്ടി. ഞാനോ നിങ്ങളോ ഒക്കെ ആണെങ്കിൽ ഒത്തിരി ആളുകൾക്ക് പറയാൻ കഴിയും, നിങ്ങളൊരു നല്ല പാസ്റ്റർ അല്ല, നിങ്ങൾക്ക് കൃപയില്ലാത്ത ആളാണ്. പക്ഷെ അവർക്ക് കിട്ടിയത് ഏറ്റവും വലിയവനായ പാസ്റ്ററെ അവർക്ക് കിട്ടി. എന്നിട്ടും ഏറ്റവും നല്ല പാസ്റ്ററെ കിട്ടിയിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരുപക്ഷെ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ലായിരിക്കും. പക്ഷെ ഇവരെല്ലാ ദിവസവും അത്ഭുതം കാണുക. ഈജിപ്തിൽ 10 പാതകൾ അയച്ചു. അവസാനത്തെ പാത, ഫറവോന്റെ കൊട്ടാരം മുതൽ ഈജിപ്ഷ്യന്മാരുടെ എല്ലാ വീടുകളിലും വലിയ നിലവിളി. ആദിജാതന്മാർ നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുന്ന കാഴ്ച അവർ കണ്ടു. മാറത്തടിച്ച് നെഞ്ചത്തടിച്ചും മിസ്രയും മുഴുവനും നടുങ്ങിയും നിലവിളിച്ചു. ഇതെല്ലാം ഇവര് കണ്ടതാണ്. എന്നിട്ട് ഓരോ നിമിഷങ്ങളും അവർ അത്ഭുതം കണ്ടു. വലിയ തിരയോടുകൂടെ പാഞ്ഞു വരുന്ന കടൽ 2ആയി പിളർന്നു നിൽക്കുന്നത് അവർ കണ്ടു. സ്ഫടികം പോലെ, വലിയ അക്കൂറിയം പോലെ മൈലുകൾ ഉയരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. അതിന്റെ നടുവിലൂടെ ഇവർ പോയതാണ്. 40 വർഷം ഇവരെല്ലാ ദിവസവും അത്ഭുതം കണ്ടു, അടയാളം കണ്ടു, ദൈവപ്രവൃത്തി കണ്ടു. എന്നിട്ടും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് 1 കൊരിന്തി
10-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറയുമ്പോൾ എത്ര പേരിൽ പ്രസാദിച്ചു? പറ. പകുതി പേരിൽ പ്രസാദിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഹലോ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഓഫാക്കി. ആകെപ്പാടെ 14 പേരേ ഉള്ളൂ. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു ടേൺ ഓഫ് യുവർ മൊബൈൽ, ടേൺ ഓൺ യുവർ ക്യാമറാസ്. ക്യാമറ എല്ലാവരും ഓണാക്കി ഒന്ന് കാണട്ടെ. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് കാണട്ടെ. I want to see all of your faces. I request all of you to turn on your camera. ഇരുട്ടത്തിരുന്നല്ല ദൈവവചനം കേൾക്കേണ്ടതും. എല്ലാവരും വെളിച്ചത്തിലിരുന്ന് വചനം കേൾക്കുക. കുഴപ്പമില്ല. നിങ്ങൾ വലിയ സ്പെഷ്യൽ ഡ്രസ്സൊന്നും ധരിക്കണമെന്നൊന്നും വ്യവസ്ഥ. നിങ്ങൾ ഇരുട്ടത്തിലിരുന്നല്ല കേൾക്കേണ്ടതും. പിന്നെ ചിലരൊക്കെ ഡ്യൂട്ടിയിൽ അവിടെ ഇവിടെ ഇരുന്നൊക്കെ കേൾക്കുന്നെങ്കിൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി, നോ പ്രോബ്ലം. ദയവ് ചെയ്തും നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയിരിക്കാതെ എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കാം. God, you speak to me, Lord, speak to me, Lord. Please open my heart, open my wisdom, open my understanding. You speak to me, Lord. I am ready to obey whatever you command. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെയും ഇരിക്കുക. ഇനി ആരും മൊബൈലിനകത്ത് തുടരുതും, അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത്. നിങ്ങൾ ചലിക്കുമ്പോൾ എല്ലാവർക്കും അത് കാണാൻ വേണ്ടി കഴിയും, അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ആകും. സോ പ്ലീസ് ഡോണ്ട് ടച്ച്. ദൂരെ തന്നെ ഇരുന്നു കൊള്ളുക. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഈ 30 ലക്ഷം പേരിൽ എത്ര പേര് രക്ഷപ്പെട്ടു? പകുതി പേര് രക്ഷപ്പെട്ടു. 30% രക്ഷപ്പെട്ടു, 10% രക്ഷപ്പെട്ടു, 5% രക്ഷപ്പെട്ടു. എല്ലാവരും വിശ്വാസികളല്ലേ? എല്ലാവരും സ്നാനപ്പെട്ടവരല്ലേ? എല്ലാവരും അപ്പം നുറുക്കി തിന്നവരല്ലയും? എല്ലാവരും അന്യഭാഷ പറഞ്ഞവരല്ലയും? എല്ലാവരും തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചവരല്ലയും? 1% ആളുകൾ രക്ഷപ്പെട്ടോ? ഇല്ല. 0.5% ഇല്ല. 0.25% ഇല്ല. 0.0001% ഇല്ല. അപ്പൊ ഈ 30 ലക്ഷത്തിൽ 2 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശതമാനമാണോ? ആരുമില്ലെന്ന് വേണേ പറയാം. 30 ലക്ഷത്തിൽ വെറും 2 പേരും. എന്നിട്ട് ദൈവവചനം പറയുകയാണ്, പഴയ നിയമത്തിൽ നടന്ന കാര്യം പുതിയ നിയമത്തിൽ എടുത്ത് കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, ഈ ഗതികേട് ഈ കൊട്ടുകയും പാടുകയും ചെയ്യുന്ന നമുക്ക് ഉണ്ടാകരുത് കേട്ടോ. ഈ ദുരവസ്ഥ, ഇത്രയും പാടിയിട്ടും ഇത്രയും സ്തുതിച്ചിട്ടും ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ദൈവരാജ്യത്തിൽ കടന്നില്ലെങ്കിൽ എത്ര ദാരുണമായ അവസ്ഥയായിരിക്കും എന്നറിയാമോ? ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഇത് ബുദ്ധി ഉപദേശത്തിനായിട്ട് ഇരിക്കുക. ബുദ്ധി ഉണ്ടാക്കണം കേട്ടോ. ബുദ്ധി ഉപദേശത്തിനായിട്ട് എഴുതിയിരിക്കുന്നു. എന്നിട്ട് താഴെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ അഹങ്കരിക്കരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ അഹങ്കാരികൾ ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്നവരാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കാര്യം, ഞാനൊരു പെന്തക്കോസുകാരനാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തതാണ്. ഏറ്റവും കൂടുതൽ അഹങ്കാരികൾ, നിഗളം, ഉന്നതഭാവം, ഗർവം, ഓരോ ആരാധന കഴിയും തോറും എന്തൊക്കെയാ നടക്കുന്നത്? ദൈവത്തെ സ്തുതിക്കുന്ന നാവ് കൊണ്ട് എന്തൊക്കെയാ പറയുന്നത്? ഓരോ ആരാധന കഴിയും തോറും എത്രത്തോളം വിനയാന്വിതരായി തീരണം, എത്രത്തോളം താഴ്മയുള്ളവരായി തീരണം, ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി തീരണം. ദൈവിക സ്വഭാവമുള്ളവരായി നമ്മൾ അനുരൂപപ്പെടണം, രൂപാന്തരപ്പെടണം. There should be every day we should have transformation. हर दिन हमारे जिंदगी में रूपांतरण होना चाहिए, बदलावट होना चाहिए. परमेश्वर की स्वभाव हमारा जीवन में आना चाहिए. नहीं तो ये छोड़ के जाना है. കർത്താവ് പറയുന്നു, പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. 2:14 റോമാലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങൾ നിമിത്തം രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന, സ്നാനപ്പെട്ടെന്ന് പറയുന്ന, അന്യഭാഷ പറയുന്നെന്ന് പറയുന്ന, അഭിഷേകമുണ്ടെന്ന് പറയുന്ന നിങ്ങൾ നിമിത്തം എന്റെ നാമം ദുഷിക്കപ്പെടുക. എന്നിട്ട് ദയവായിട്ട് പ്ലീസ് നിങ്ങൾ ഒരു വിശ്വാസിയാണെന്ന് പറയാതിരിക്കുക. ഒരുപക്ഷെ ഇത്രയും ആളുകളായിട്ട് നിങ്ങൾ മീറ്റിംഗ് കേൾക്കുന്നുണ്ടായി, പ്രസംഗം കേൾക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും നിങ്ങളെ സുഖിപ്പിച്ച് കാണും. അടിക്കടി താൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാ, നിങ്ങളുടെ കഷ്ടപ്പാടെല്ലാം മാറാൻ പോവാം. വാക്സിൻ താണ്ട ദൈവം വന്നു, വാക്സിൻ. എല്ലാവരും വാക്സിന് വേണ്ടി പ്രാർത്ഥിച്ചു. ശാസ്ത്രജ്ഞന്മാർക്ക് ബുദ്ധി കൊടുക്കണമേ കർത്താവെ. പെന്തിക്കോസുകാർ ഉപവസിക്കുക വാക്സിൻ കൊണ്ടുവരാൻ. അവിടെ വാക്സിൻ വന്നു കഴിഞ്ഞപ്പോ എല്ലാം പേടിച്ചോടുക. വാക്സിൻ എടുത്തവരെല്ലാം ജീവൻ കൊണ്ട് ഓടുക. ദൈവത്തിന് കിട്ടേണ്ടുന്ന മഹത്വം മുഴുവൻ വാക്സിൻ കൊണ്ടുപോയി. ഇപ്പം വാക്സിൻ കേൾക്കുമ്പോൾ ജീവനും കൊണ്ട് പായുക.
വാക്സിൻ അല്ല നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ രക്ഷിക്കുന്ന കർത്താവാണെന്നുള്ള ബോധ്യം. ദൈവം രക്ഷിക്കുന്നില്ലെങ്കിൽ ഒരു വാക്സിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്നുള്ള കാര്യം മറന്നു പോകരുതെന്നും ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, ബി ഹംബിൾ ബിഫോർ ദ ലോർഡ്. ദൈവത്തെ ഭയപ്പെടും, ദൈവ ഭയമുള്ളവരായി, ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് വായിക്കാം 1 Corinthians 16:22. 1 Corinthians 16:22. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. If anyone does not love the Lord, let him be cast. ദൈവത്തെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ. പ്രാർത്ഥനയ്ക്ക് വരാത്തവനല്ല ശപിക്കപ്പെട്ടവൻ, സ്നാനപ്പെടാത്തവനല്ല ശപിക്കപ്പെട്ടവൻ, അന്യഭാഷ പറയാത്തവനല്ല ശപിക്കപ്പെട്ടവൻ, ഹിന്ദുവോ മുസ്ലിമാനോ ക്രിസ്ത്യാനിയോ അല്ല ശപിക്കപ്പെട്ടവൻ. ഈ കർത്താവിനെ യഥാർത്ഥമായിട്ട് അറിഞ്ഞിട്ടും, ഈ കർത്താവ് എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്ന് അറിഞ്ഞിട്ടും ഈ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും അവൻ ശപിക്കപ്പെട്ടവൻ തന്നെ. നോക്കണം, ഇന്ന് രാവിലെ ഞാൻ ദൈവസഭയിൽ ഒരു ഉദാഹരണം പറയുകയായിരുന്നു. ഒരു മനുഷ്യൻ ഒരു പുഴയിലെ ഒരു ചുഴിയിൽ അകപ്പെട്ടു, വെള്ളത്തിൽ വീണു. ആ ചുഴിയിലും അവൻ കറങ്ങി താഴേക്ക് പോയി. ഒത്തിരി പേര് ആ പുഴയുടെ കരയിൽ നിൽക്കുകയാണ്. നന്നായിട്ട് നീന്തറിയാവുന്ന ഒത്തിരി പേര് അവിടെ ഉണ്ട്. പക്ഷെ ആരും എടുത്തു ചാടുവാൻ ധൈര്യമില്ല. കാരണം അത്ര വലിയൊരു ചുഴിയാണ്. എത്ര നീന്തറിയുന്നവനാണെങ്കിലും അടി തെറ്റും. ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം അപകടമായി തീരും. രണ്ടുപേരും മരിച്ചു പോകും, രക്ഷപ്പെടാൻ കഴിയത്തില്ല. അങ്ങനെ ആരും ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ ഇല്ലാതെ വണ്ണം നിൽക്കുമ്പോൾ, നിസ്സഹായരായി നിൽക്കുമ്പോൾ, ഒരു ചെറുപ്പക്കാരൻ രണ്ടും കൽപ്പിച്ച് അവൻ എടുത്ത് ചാടി. അവൻ ആഴങ്ങളിലേക്ക് ആ ചുഴിയിൽ അകപ്പെട്ടു പോയി. എന്തായാലും ഭാഗ്യത്തിന് ആഴങ്ങളിൽ മറ്റവന്റെ തലയ്ക്ക് മുടിക്ക് പിടികിട്ടി. സർവശക്തിയും സംഭരിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അവൻ ആ ചുഴിയിൽ നിന്നും എങ്ങനെയോ പുറത്തു വന്നു. മുകളിൽ ഇവരുടെ തല കണ്ടപ്പോഴത്തേക്കും കരയിലുള്ളവരെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നും അവരെ സഹായിച്ചു കരയ്ക്ക് കയറ്റി. ഈ ഒന്നാമതായി മുങ്ങിപ്പോയ വ്യക്തി കരയിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം മരണത്തോടും അടുത്തു. കമത്തിയിട്ട് അവനെ വയറ്റിൽ കുടിച്ച വെള്ളം മുഴുവനും അവർ പുറത്തു കളഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോഴത്തേക്കും കണ്ണുകളെല്ലാം നീലിച്ചു, ശരീരം മുഴുവനും നീലിച്ച് നീര് വെച്ചു, കണ്ണുകൾ തുറച്ചു. എല്ലാവരും വിചാരിച്ചു മരിച്ചു, ചലനമൊന്നുമില്ല. എന്തായാലും വിദഗ്ധമായ ഡോക്ടേഴ്സ് പരിശോധിച്ചു അവർ പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. അത്ഭുതകരമായ ഒരു ചലനം, ഒരു ജീവൻ. ആ ഡോക്ടേഴ്സ് പറഞ്ഞു 2 മിനിറ്റും കൂടെ താമസിച്ചിരുന്നുവെങ്കിൽ ഡെഡ് ഓൺ അറൈവലായിരുന്നേനെ. എവിടെയോ ഒരു ജീവന്റെ തുടുപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി. ആരോഗ്യത്തോടെ ജീവനോടെ ചെറുപ്പക്കാരൻ വെളിയിൽ വന്നു. അപ്പൊ നാട്ടിലുള്ളവർക്കെല്ലാം ഒരു വലിയ ആഗ്രഹം, ജീവൻ പണയം വെച്ച് ജീവൻ ധരിച്ചിട്ടും ഈ മനുഷ്യനെ രക്ഷിച്ച ആളിനെ എന്ത് ചെയ്യണം, ഒന്ന് ആദരിക്കണം. പഞ്ചായത്തിലുള്ളവരെല്ലാവരും കൂടെ ഒരു വലിയ യോഗം ക്രമീകരിച്ചു, സ്റ്റേജൊക്കെ കെട്ടി. രക്ഷപ്പെട്ടവനെയും രക്ഷപ്പെടുത്തിയവനെയും സ്റ്റേജിൽ കൊണ്ടുവന്നു. ഈ രക്ഷപ്പെടുത്തിയവനെ കാണുമ്പോൾ എന്തായിരിക്കും പ്രതികരണം? ഒരു താങ്ക് യു പറയുമോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു താങ്ക് യു പറയുമെന്നും? ഞാൻ പറയുന്നു, ഒരിക്കലും താങ്ക് യു പറയത്തില്ല. മറിച്ച് തന്നെ രക്ഷപ്പെടുത്തിയവനെ കാണുമ്പോൾ ജീവൻ പണയം വെച്ചും ജീവൻ ധരിച്ചും തന്നെ രക്ഷപ്പെടുത്തിയവനെ കാണുമ്പോൾ 2 മിനിറ്റൂടെ കഴിഞ്ഞെങ്കിൽ താൻ ഡെഡ് ബോഡിയായി മാറുമായിരുന്നു. തന്നെ രക്ഷപ്പെടുത്തിയവനെ കാണുമ്പോൾ താങ്ക് യു പറയുകയില്ല, മറിച്ച് കണ്ണു നിറഞ്ഞൊഴുകും. ഇത് തന്നെയാണ് ആ സ്റ്റേജിൽ സംഭവിച്ചത്. ഒരു താങ്ക് യു എന്ന് പറയുന്ന ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല ആ മനുഷ്യൻ ചെയ്ത ത്യാഗം. പ്രിയപ്പെട്ടവരും, ക്രിസ്തുവും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. 2 താങ്ക് യു ജീസസ് എന്ന് പറയുമ്പോൾ ഒതുങ്ങുന്നതല്ല കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതും.
ശാപഗ്രസ്തരായിരുന്ന, നരകയോഗ്യരായിരുന്ന, നാശയോഗ്യരായിരുന്ന, പാപത്തിന്റെ അടിമകളായിരുന്ന, സാത്താൻ എന്ന ഇടയൻ മേയിച്ചു കൊണ്ടിരുന്ന പാതാളത്തിന്റെ ആടുകളായിരുന്ന നമ്മളെയും കർത്താവ് തന്റെ അവസാനത്തെ തുള്ളി രക്തവും തന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. He shed the last drop of his blood and purchased us. ദൈവത്തിന്റെ മക്കളായി, പിശാചിന്റെ മക്കളായിരുന്ന നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി ദൈവം മാറ്റി. ക്രൂശിൽ കിടന്നും പിടയുമ്പോൾ പച്ച മരത്തോട് ചേർത്തും മരക്കഷണത്തോട് മറ്റൊരു മരക്കഷണം വെച്ച് അടിക്കുന്നത് പോലെ പച്ച ജീവനുള്ള കൈകളിൽ അസ്ഥികളിലൂടെ ആണി അടിച്ച് തറച്ചും മരത്തോട് ചേർത്ത് തറയ്ക്കുമ്പോൾ പ്രാണവേദനയോടെ പിടയുകയാണ്. കാലിനോട് ചേർത്ത് വെച്ച് വലിയ ഇരുമ്പാണികൾ ആ മാംസത്തിലൂടെ അസ്ഥികളിലൂടെ അടിച്ചു തറയ്ക്കുമ്പം വേദനയോടെ, പ്രാണവേദനയോടെ പിടയുന്നു. ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഒരു ചെറിയ ഒരു ഞൊണലുവേലും കുത്തി പൊട്ടിക്കുന്നത്. ഇവിടെ ഒരു അനസ്തേഷ്യയില്ല. പച്ച മാംസത്തിൽ പച്ചിരുമ്പ് അടിച്ചു തറയ്ക്കുമ്പോൾ പ്രാണവേദനയോടെ പിടയുകയാണ്. തലയിൽ മുള്ളുകൊണ്ടുള്ള കിരീടം വെച്ചും ഒരുത്തൻ കോലുകൊണ്ട് തലയിൽ അടിക്കുമ്പോൾ ആ വലിയ മുള്ളുകൾ തലയിലേക്ക് ആഴ്ന്നിറങ്ങി തലയോട്ടി തുളച്ച് തലച്ചോറിലൂടെ രക്തം ചീറി ഒഴുകുകയാണ്. യേശുവിന്റെ താടി രോമങ്ങൾ കൊടിലുകൊണ്ട് പിച്ചിപ്പറിച്ചെടുക്കുമ്പോൾ മാംസം ഇളകി മാറി രക്തം കട്ടകട്ടയായി ഒഴുകുകയാണ്. ജോസിഫസ് ചരിത്രകാരൻ പറയുന്നു, യേശുവിന്റെ കണ്ണിൽ മുള്ളു തറച്ചൊരു കണ്ണ് പൊട്ടി വെളിയിലേക്ക് ചാടി ഉന്തി നിന്നു. നഗ്നനായി ക്രൂശിൽ കിടന്ന് പിടകിയം. ശരീരം പുറം കുനിച്ചു നിർത്തി ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പം ചൂണ്ടയുടെ കൊളുത്തുകളും റോമൻ നാണയത്തുട്ടുകളും മൃഗത്തിന്റെ തുകലിലുണ്ടാക്കി ചമ്മട്ടി കൊണ്ട് 39 അടികൾ അടിച്ചപ്പോൾ മാംസം പതറി ചിതറിപ്പോയി. പുറം ഉഴവുചാല് പോലെ കണ്ടം പൂട്ടുമ്പോൾ നിലമുഴുമ്പോൾ രണ്ട് സൈഡിലേക്കും മണ്ണിളകിപ്പോകുന്നത് പോലെ പുറം ഉഴവുചാല് പോലെ കീറി അസ്ഥികൂടങ്ങൾ കാണത്തക്കവണ്ണം ശരീരം മുഴുവനും അടിയേറ്റും രക്തധമനികളെല്ലാം പൊട്ടി അവസാന തുള്ളി രക്തവും കർത്താവ് ഒഴുക്കി. മരിക്കുന്നത് എളുപ്പ. 11 മണിക്കൂർ യേശു പീഡിപ്പിക്കപ്പെട്ടു. ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല, ഒരു ശകലം ആഹാരം കൊടുത്തില്ല. ഒട്ടിയ വയറുമായി അവന്റെ അസ്ഥികൾ മുഴുവനും എണ്ണം. അവസാനം വെള്ളത്തിന് വേണ്ടി പിടയുന്ന യേശു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി 11 മണിക്കൂർ നീചമായി ക്രൂരമായി പീഡിപ്പിച്ചു. ഒക്കെ പീഡ എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാം. അതിന്റെ കൂടെ കേൾക്കുന്ന പിടഞ്ഞ് പ്രാണൻ പോകുമ്പോഴും ദുഷിക്കുന്ന ദുഷി, നിന്ന, പരിഹാസം, അവഹേളനം, അപമാനം. അവസാനം നോക്കണം, വധിക്കുവാൻ വേണ്ടി ലോകപ്രകാരം ഒരുത്തനെ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനോട് എല്ലാ ദുഷ്ടനായ പോലീസുകാരനും നല്ല വാക്കുകളാണ് പറയുന്നത്. ബിരിയാണി വേണം, സൂപ്പ് വേണം, ഇഷ്ടമുള്ളത് എന്താ പറ, ഞങ്ങൾ ഇപ്പൊ കൊണ്ടുതരാം. മരണത്തിന് വേണ്ടി വിധിക്കുന്നവനോട് എല്ലാവരും ദയ കാണിക്കുന്നേ. ഇവിടെ കിടന്ന് അവസാനത്തെ ശ്വാസം വലിക്കുമ്പോൾ ഈ ദുഷ്ടപരിശകൾ അവരല്ല തെറ്റ് ചെയ്തത്, നമ്മൾ ഓരോരുത്തരും ആ തെറ്റ് ചെയ്തത്. നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിഹാരം, നമ്മൾ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി മരിച്ചു. നമ്മൾ മരിച്ച് നരകത്തിൽ കിടക്കേണ്ടുന്ന സ്ഥാനത്ത്, പോകേണ്ടുന്ന സ്ഥാനത്ത് ക്രിസ്തു നമ്മുടെ സകല നരകശിക്ഷകളും ഏറ്റെടുത്തും. ഇത്രയും ത്യാഗം നമുക്ക് വേണ്ടി സഹിച്ച കർത്താവിനെ സ്നേഹിക്കാത്തവൻ അവൻ ശപിക്കപ്പെട്ടവൻ തന്നെ. നോ ഡൗട്ട് അറ്റ് ആൾ, he is cursed. Anyone who would not love the Lord, let him be cursed. അവൻ ശപിക്കപ്പെട്ടവൻ തന്നെ. So what should we do? We should love our God. How can we show our love? കർത്താവ് നമ്മളെ സ്നേഹിച്ചതും എന്തെങ്കിലും ലോകത്തിൽ എന്തെങ്കിലും കാണിച്ചിട്ടല്ല. ചെറുക്കന്മാരും ചെറുക്കനും പെണ്ണുങ്ങളും ചെറുക്കനും പെണ്ണും തമ്മിൽ സ്നേഹമാകും സ്കൂളിൽ പഠിക്കുമ്പം കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ. പണ്ടത്തെ കാലം, ഇന്നത്തെ ഈ ഫേസ്ബുക്ക് ഉള്ള കാലഘട്ടമല്ല. ചെറുക്കൻ കൊണ്ടുപോയി ഒരു റോസാപ്പൂ കൊടുത്തിട്ട് പെണ്ണിനോട് പറയും ഐ ലവ് യു. ബൈക്കിനകത്തിരുത്തി ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊണ്ട് കൊടുത്തിട്ട് പറയും ഐ ലവ് യു. അമ്മ ഒരു ചുരിദാർ വാങ്ങിച്ചിട്ട് 2 ചുരിദാർ വാങ്ങിച്ചിട്ട് മകൾക്ക് കൊടുത്തിട്ട് പറയും സോ ഐ ലവ് യു. അപ്പൻ ഒരു ബൈക്ക് വാങ്ങി, സൈക്കിൾ വാങ്ങിച്ചിട്ട് മകന് കൊടുത്തിട്ട് പറയുന്നു ഹൗ മച്ച് ഐ ലവ് യു. അല്ല, വളർന്നു കഴിയുമ്പോൾ ഒരു വീടുണ്ടാക്കി ഒരു കാർ വാങ്ങിച്ചിട്ട് മകന് കൊടുത്തിട്ട് പറയുന്നു സി ഐ ലവ് യു സോ മച്ച്. ഈ ലോകത്തിലെ സ്നേഹമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഈ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് ഒരു റോസാപ്പൂ തന്നിട്ടൊന്നുമല്ല, ഐസ്ക്രീം വാങ്ങിച്ച് തന്നിട്ടൊന്നുമല്ല.
ഒരു സൈക്കിളോ ബൈക്കോ ചുരിദാറോ വാങ്ങിയൊന്നും തന്നിട്ടല്ല, ഒരു വീട് വാങ്ങിച്ചു തന്നിട്ടല്ല. വീടോ വസ്തുവോ ഒക്കെ തരാനാണെങ്കിൽ ഇതുപോലെ 1000 കോടി ഭൂമിയെ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ദൈവത്തിന് നിഷ്പ്രയാസം 1000 കോടി ഭൂഗോളങ്ങളെ ഉണ്ടാക്കി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ജസ്റ്റ് ഹി നീഡ് ഓൺലി എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉണ്ടാക്കിയവൻ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി നൽകുവാൻ 1000 കോടി ഭൂഗോളങ്ങൾ വേണമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം. പക്ഷെ കർത്താവിന് കൊടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, അത് മറ്റൊന്നുമായിരുന്നില്ല, തന്റെ പൊന്നോമന പുത്രൻ. ആ പുത്രനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകി തന്നു. ബിക്കോസ് ഹി ലവ്ഡ് സോ മച്ച്. അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു, നമ്മളെ സ്നേഹിച്ചു. അപ്പൊ ഈ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ തന്നെ. അപ്പം what is our responsibility? One day we all have to stand before the Lord. Jesus will ask you, I died for you. What have you done for me? എന്നെ ക്ഷണിച്ചപ്പം പറഞ്ഞു ഞങ്ങൾ ആകെ 10 പേരേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ 10 or 100 or 10,000. 2 ആഴ്ച മുമ്പ് ഞാൻ 900 ആളുകളുള്ള മീറ്റിംഗിൽ പ്രസംഗിച്ചു. ഐ ഡോണ്ട് കെയർ. 1000 പേരോട് പ്രസംഗിച്ചിട്ടും 1000 പേരും ദൈവവചനം ഏറ്റെടുക്കുന്നില്ലെങ്കിലും എന്തോ പ്രയോജനം? 10 പേരോട് പ്രസംഗിച്ചിട്ടും 10 പേര് ആ വചനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏത് മീറ്റിംഗ് ആണ് പ്രയോജനമുള്ളത്? ഞാൻ വിശ്വസിക്കുന്നു 10 പേരോട് പ്രസംഗിച്ചിട്ട് 10 പേര് ആ വചനം ഏറ്റെടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും സക്സസ്ഫുൾ മീറ്റിംഗ്. 1000 പേരോട് പ്രസംഗിച്ചിട്ട് 1000 എണ്ണം കുടം പിടിക്കാതെ പോവുകയാണെങ്കിൽ ആ പ്രസംഗം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. So I request all of you to receive the word of God. Whatever the Lord commands you today, accept, surrender before the Lord and accept the Lord. I am ready to accept. It may be very hard for you, but you pray, God, please help me to obey your commandment, your order. Abam Devate. So then again I am reading John chapter 40 verse 23. 14:23 John. യേശു അവനോടും എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. എന്നെ സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല. So if anyone love me, he will keep my words. He who does not love me does not keep my words. Very simple. If we say I'm loving God, so I should obey his words. I should obey his words. I should keep his words. കർത്താവിനെ സ്നേഹിക്കാത്തവൻ കർത്താവിന്റെ വചനം എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കുന്നില്ല. Again I want to tell one more verse, 1 John 2:4. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനില്ല. Number 1 liar. He who says I know him and does not keep his commandments, it is a liar, and the truth is not in him. നമ്മള് നമ്മുടെ ആരാധനയിലെ പാട്ടിനകത്തൊക്കെ എത്ര പ്രാവശ്യമാണ് പറയുന്നത്, ലോർഡ് ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു. What is the love? It's not a simple word. അതൊരു പ്രവൃത്തിയായിരിക്കണം. നമ്മുടെ സ്നേഹം എന്ന് പറയുന്ന ഒരു സിമ്പിൾ വേർഡ് മാത്രമായിരിക്കാൻ പറ്റത്തില്ല, പാടില്ല. കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ he is a liar. അവൻ കള്ളനാ, പച്ച കള്ളമാണ്. He who says I know him and does not keep his commandment, he is a liar. ദൈവത്തെ സ്തുതിക്കുന്നു. So what is his commandment? How do we know what is his commandment? ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഞാൻ വേറൊരു സബ്ജക്റ്റിലേക്ക് വരികയാണ്, കണക്റ്റഡ് ടു ദിസ് സബ്ജക്റ്റ്. ശ്രദ്ധിച്ച് കേൾക്കണം. ആരാധന എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്ന എവിടാന്നറിയാമോ? സോ ഇറ്റ്സ് ഇൻ ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 25. ജെനസിസ് 4:25 നമ്മൾ ആരാധന എന്നുള്ള വാക്കും കാണുന്നത്. സോ someone can read in Malayalam or in English.
ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ഷേത്ത് എന്ന പേരിട്ടു. ഷേത്തിനൊരു മകൻ ജനിച്ചു, അവന് ഏനോഷ് എന്ന പേരിട്ടു. ആ കാലത്തെ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നോക്കണം, ആരാധന എന്നുള്ള വാക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഒരുത്തൻ ഉണ്ടായിരുന്നു. ആരാ? ഹാബേൽ. ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കാത്ത കായീൻ കൊന്നു. വചനം പറയുന്നു, കായീൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ, പിശാചിന്റെ ഹൃദയമായിരുന്നു അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ദുഷ്ടഹൃദയമായിരുന്നു അവന്റെ ഹൃദയം. ദൈവത്തെ ആരാധിക്കുന്നവനെയും ഈ ദുഷ്ടനിൽ നിന്നുള്ളവൻ എന്ത് ചെയ്തു? കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തില്ല? അത് കഴിഞ്ഞിട്ട് ആരാധനയൊന്നും പിന്നീട് നമ്മൾ കാണുന്നില്ല. ആരാധന നിന്നുപോയി എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. എന്നേക്കും ആരാധിക്കുന്നവനെ കൊന്നു കളഞ്ഞാൽ എന്നേക്കും ആരാധന നിന്നുപോയി എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? വിചാരിക്കരുത്. ആരാധന ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ഒരല്പം ബ്രേക്ക് വന്നെന്നൊക്കെ ഇരിക്കും. എന്ത് സംഭവിച്ചു? കായീൻ പിന്നീട് പോയി വിവാഹമൊക്കെ കഴിച്ചു. അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ഒരു മകൻ ജനിച്ചു. അവന്റെയും പേര് ഹാനോക്ക് എന്നാ. ബൈബിളിൽ 2 ഹാനോക്കുണ്ട്. ഒന്ന് ദൈവത്തെ ആരാധിക്കുന്ന പാരമ്പര്യത്തിൽ ഷേത്തിൽ നിന്ന് വന്ന ഹാനോക്കും, 2 ദുഷ്ടനായ കായീനിൽ നിന്ന് വന്ന ഹാനോക്കും. ഇതാ 1ാമത്തെ ഹാനോക്ക്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു വലിയ പട്ടണമൊക്കെ അങ്ങ് പണിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവന്റെ മകൻ ലാമേക്ക്, അവൻ യാബേലിനെ ജനിപ്പിച്ചു. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഫാം ഹൗസുകളും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസുകളൊക്കെ അങ്ങോട്ട് നടത്താൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, യൂബാൽ എന്ന പേര്. അവനാണ് ആദ്യമായിട്ട് മ്യൂസിക് ഗ്രൂപ്പ് അങ്ങോട്ട് ആരംഭിച്ചു. കിന്നരവും വീണയും ഉപയോഗിക്കുന്ന എല്ലാവർക്കും. നോക്കണം, ആദ്യമായിട്ട് ആരാധന ആരംഭിക്കുന്നതും എന്നുവെച്ചാൽ മ്യൂസിക് ഗ്രൂപ്പ് ആരംഭിക്കുന്നത് ദുഷ്ടന്റെ സന്തതിയാണ്. ഈ ദുഷ്ടന്റെ സന്തതി മ്യൂസിക് ഗ്രൂപ്പ്, കിന്നരവും വീണയും ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി, ഈ മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടാക്കി ആദ്യമായിട്ട് ഇവന്മാര് പാടി സ്തുതിക്കുന്നത് ആരെയാ? യഹോവയായ ദൈവത്തെ ഒന്നും അല്ല. ദുഷ്ടനിൽ നിന്നുള്ളവൻ സ്തുതിച്ചത് മുഴുവനും, ആരാധിക്കുന്നത് മുഴുവനും ദുഷ്ട ആത്മാവിനെ ആയിരിക്കണം. കാരണം കായീന്റെ സന്തതികളാ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ മറ്റൊരു മകനാണ്, ലാമേക്കിന്റെ മറ്റൊരു മകനാണ് തൂബൽ കയീൻ. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ അതിവിദഗ്ധനായിരുന്നു. അവൻ ഇവരെല്ലാവരെയും കടത്തി വെട്ടിയിട്ടും ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങൾ അവൻ ഉണ്ടാക്കി. എന്നിട്ട് അവിടെ വായിക്കുന്നത് അവൻ വെല്ലുവിളിക്കുകയാണ്. ആയുധം കയ്യിൽ വന്നു കഴിഞ്ഞപ്പം അവൻ എന്ത് ചെയ്യാണ്? വെല്ലുവിളിക്കുന്നു, കൊലവിളി നടത്തുകയാണ്. അവിടെ വായിക്കുന്നു അതിന്റെ 22, അതിന്റെ 4:22. സില്ലം തൂബൽ കയ്യിനെ പ്രസവിച്ചു, അവൻ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. നോക്കണം, മനുഷ്യന്റെ ദുഷ്ടതം 11% വർദ്ധിച്ചു. കയീനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ 7 മടങ്ങ് കൊടുക്കണമെന്നാണ് ദൈവം പറഞ്ഞത്. ഇവന്മാരും ആയുധം കയ്യിൽ വന്നപ്പോ കൊലവിളി നടത്തിയ ഞങ്ങൾ വെറുതെ വിടത്തില്ല, 77 മടങ്ങ് ഞങ്ങൾ പ്രതികാരം ചെയ്യും. ആരാധിക്കുന്നവനില്ല, ആരാധിക്കുന്നവനെ ഹാബേലിനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 22-ന്റെയും 25-ൽ നമ്മൾ വായിച്ചു. 22-ന്റെ 25-ൽ നമ്മൾ വായിച്ചു എന്തുവാം? ആ കാലത്തും യഹോവയുടെ നാമത്തിൽ ആരാധന ആരംഭിച്ചു. ഹാബേലിനെ, കായീൻ കൊന്ന ഹാബേലിന് പകരമായി ഷേത്തിന്റെ മകനായി ഏനോഷിന്റെ കാലത്തും മറ്റൊരു തലമുറ ഇവിടെ എഴുന്നേൽക്കുകയാണ്. Another generation is rising up to worship the living God.
ദൈവത്തെ നോക്കണം, ദൈവത്തിന്റെ ആരാധന നിന്നു പോകുന്നില്ല. ഒരു തലമുറയെ ദുഷ്ടനിൽ നിന്നുള്ളവൻ ആരാധിക്കുന്നവനെ കൊന്നുപിടിച്ചു, അതോടുകൂടെ ആരാധന നിൽക്കുന്നില്ല. But God is rising an another army, another generation to follow his holiness, to worship the living God in truth and spirit. ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരാധിച്ചില്ലെങ്കിലും, നമ്മൾ ഇനി ആരാധിക്കുന്നില്ലെങ്കിലും ദൈവത്തിനതൊരു വിഷയമല്ല. ദൈവം മറ്റൊരു ജനറേഷനെ എഴുന്നേൽപ്പിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ ദൈവ പ്രവൃത്തി കണ്ടാം, ദൈവത്തിന്റെ മഹത്വം കണ്ടാം, ദൈവത്തിന്റെ അത്ഭുതം കണ്ടാം. നിങ്ങൾ മിണ്ടാതെ ഇരുന്നാൽ, മിണ്ടണ്ടം, ഈ കിടക്കുന്ന കല്ലുകളെ ദൈവം എഴുന്നേൽപ്പിക്കും, അവർ ദൈവത്തെ ആർത്തു സ്തുതിക്കും എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം മറ്റൊരു ജനറേഷൻ ഇവിടെ എഴുന്നേറ്റും. ആ കാലത്തിലാണ് ആരാധന ആരംഭിക്കുന്നതും. അത് കഴിഞ്ഞിട്ട് ഈ ദുഷ്ടനിൽ നിന്നുള്ളവനും ദൈവത്തിൽ നിന്നുള്ളവരും തമ്മിൽ എപ്പോഴും, ദുഷ്ടനിൽ നിന്നുള്ളവൻ ആരാധിക്കുന്നവൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവൻ ഒടുക്കിക്കളയുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ദൈവ പ്രവൃത്തി എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അവസാനിക്കുന്നില്ല. നീറും ദുഷ്ടന്മാരിൽ വെച്ച് ഏറ്റവും ദുഷ്ടനായ ഒരു റോമൻ കിങ് ആയിരുന്നു നീറും. He was one of the most notorious murderers of Christians, a savage madman. അവൻ മനുഷ്യരെ കൊല്ലുന്നത് കാണുമ്പോൾ അവൻ ഹരമാണ്. he was one of the sadist മനുഷ്യൻ. അവൻ ദുഷ്ടത കാണുമ്പോൾ അവൻ എൻജോയ്മെന്റ്. സ്വന്തം ഭാര്യയെ അവൻ കഴുത്തിന് പിടിച്ച് ഞെരുക്കി കൊന്നു. ആ ഭാര്യയുടെ രക്തം പിടഞ്ഞ് വായിലൂടെ കയ്യിലൂടെ ഒഴുകുമ്പോൾ അവൻ പൊട്ടിച്ചിരിക്കും. സ്വന്തം ഭാര്യയ്ക്ക് വിഷം, സ്വന്തം അമ്മയ്ക്ക്, പ്രസവിച്ച അമ്മയ്ക്ക് അവൻ വിഷം കൊടുത്തു. എന്നിട്ട് വിഷം കഴിച്ച് അമ്മ പിടഞ്ഞ് വായിലൂടെ രക്തമൊഴുകി താഴെ വീണ് മരിക്കുമ്പം അവൻ ചിരിച്ചവനാണ് ഈ നീറും. അത്രയ്ക്ക് ദുഷ്ടനായ ഒരു സാവേജ് മാഡ്മാൻ ആയിരുന്നു ഈ നീറും. ഈ നീറോയുടെ കയ്യിലേക്കാണ് ക്രിസ്തുവിന്റെ സഭ പിഞ്ചു കുഞ്ഞ് പിറന്നു വീഴുന്നത്. ഇവൻ വെറുതെ വിടുമോ? ഏറ്റവും വലിയ ഹരമാണ് ക്രിസ്ത്യാനികളെ പിടിച്ചും ഈ മൃഗങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞ്, വിശന്നു കിടക്കുന്ന സിംഹത്തിന്റെ, വൈൽഡ് അനിമൽസിന്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുക. പക്ഷേ ദൈവസഭ എന്ത് ചെയ്യുന്നില്ല? ദൈവസഭ തളരുന്നില്ല. മരിക്കാൻ വേണ്ടി 100, 150, 200 ആളുകളും എല്ലാ ആഴ്ചയിലും റെഡിയായി നിൽക്കുക. എല്ലാവർക്കും അറിയാം, യേശുവിനെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കും. പക്ഷേ ആളുകൾ കുറയുന്നില്ല. ആളുകൾ മരിക്കാൻ വേണ്ടി കൂടി വരിക. അന്ന് റോമിൽ നിലനിന്നിരുന്ന ഒരു സ്ലോഗൻ ഉണ്ട്, ക്രിസ്ത്യൻസ് ആർ ഫോർ ലയൺ, ക്രിസ്ത്യൻസ് ആർ ഫോർ ലയൺ. ക്രിസ്ത്യാനികൾ സിംഹത്തിന്, ക്രിസ്ത്യാനികൾ സിംഹത്തിനും. എല്ലാവർക്കും അറിയാം. അവിടെ നമ്മൾ റോമാലേഖനം 10:9 വായിക്കുന്നു, ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ, വായി കൊണ്ട് ഏറ്റു പറയണം. അന്നത്തെ ക്രിസ്ത്യാനികൾക്ക് പൗലോസ് ലേഖനം എഴുതുകയാണ്. ഏറ്റു പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നതും? റോമിലെ കൈസർ അവനാണ് ദൈവം. കർത്താവ് എന്ന് പറയുന്നത് റോമൻ കൈസറാണ്. അല്ല, കൈസർ അല്ല ഞങ്ങളുടെ കർത്താവ്, കൈസർ അല്ല ഞങ്ങളുടെ രാജാവ്, യേശു ക്രിസ്തുവാണ് എന്റെ രാജാവെന്ന് ഞാൻ ഏറ്റു പറയുകയാണെങ്കിൽ അടുത്ത നിമിഷം ഐ വിൽ ബി അറസ്റ്റഡ്. അടുത്ത നിമിഷം എന്നെ ബന്ധിക്കും. ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോരാ. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ജീവിക്കാനാണെങ്കിൽ എത്ര വർഷം വേണേലും ജീവിക്കാം. Nobody is not going to know. ആരും അറിയാൻ പോകുന്നില്ല ഞാൻ വിശ്വാസിയാണോ, ഞാൻ യേശുവിലാണോ വിശ്വസിക്കുന്നത് അല്ലേതെന്ന്. പക്ഷെ ഇത് വിശ്വസിച്ചാൽ മാത്രം പോരാ. യു ഷുഡ് കൺഫസ് ഫ്രം യുവർ മൗത്ത് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ്. കൈസർ ഈസ് നോട്ട് ലോർഡ്. കൈസർ ഈസ് നോട്ട് മൈ കർത്താവ്. കൈസർ ഈസ് നോട്ട് മൈ കിങ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ കിങ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ലോർഡ് എന്ന് പറഞ്ഞാൽ നീ മരിക്കും. അടുത്ത നിമിഷം, അടുത്ത ആഴ്ചയിൽ എറിയാനുള്ളവരുടെ കൂട്ടത്തിൽ സിംഹത്തിന്റെ വായിലേക്ക് നിന്നെ വലിച്ചെറിയും. പക്ഷേ വചനം പറയുന്നു, എന്നാൽ നീ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ നിനക്ക് നിത്യജീവൻ കിട്ടും. അപ്പം 150 പേര് 200 പേരെ പിടിക്കും ഓരോ ആഴ്ചയിലും റോമൻ കൊലോസിയത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി. അപ്പോൾ എന്തായിരിക്കും? ആദ്യത്തെ ആളിനെ ഇങ്ങനെ ലൈൻ നിർത്തിയിരിക്കുകയാണ്. ആദ്യത്തെ ആളിനെ
വിശന്നു കിടക്കുന്ന സിംഹങ്ങളെ അഴിച്ചുവിടുമ്പോൾ വലിച്ചെറിയും. താഴെ എത്തുന്നതിന് മുമ്പ് ഈ സിംഹങ്ങൾ കടിച്ചു പറിച്ച് തിന്നും. അപ്പൊ ഈ രണ്ടാമത് നിൽക്കുന്ന ആളിന്റെ മനോഭാവം, ഈ 150ാമതായിട്ട് ക്യൂവിൽ നിൽക്കുന്ന ആളിന്റെ മനോഭാവം എന്തായിരിക്കും അറിയാമോ? ആളുടെ പ്രാർത്ഥന ഇതല്ല. എന്തുവാ? കർത്താവേ, ദാനിയേലിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നല്ല. ചന്ദ്രഗ്മേഷ് അഭേന്ദ്രകോവിന്റെ തീയുടെ നടുവിൽ നിന്ന് രക്ഷിച്ചതുപോലെ ഞങ്ങളെ രക്ഷിക്കണമെന്നല്ല അന്നത്തെ വിശ്വാസിയുടെ പ്രാർത്ഥന. എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? കർത്താവ്, എത്ര നേരം ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കണം? അടുത്തതായിട്ട് എറിയപ്പെടുന്നത് ഞാനായിരുന്നെങ്കിൽ എത്ര ഭാഗ്യം! അത്രയും വേഗം എനിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ എത്താമായിരുന്നല്ലോ. ഇതായിരുന്നു അന്നത്തെ ക്രിസ്ത്യാനിയുടെ മനോഭാവം. ഇന്ന് എത്ര ക്രിസ്ത്യാനി തയ്യാറാകും മരിക്കാൻ വേണ്ടി? മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുക. പാസ്റ്ററെ, മിണ്ടല്ലേ, സമയമാരഥത്തിലെ പാട്ടൊന്നും ഒരിക്കലും പാടല്ലേ. മരണത്തെ പേടിക്കുന്നവൻ ഭീരുവാണ്, അവൻ ക്രിസ്ത്യാനിയല്ല. നോക്കണം, ക്രിസ്ത്യാനി എന്താ ചെയ്യുന്നത്? ലോകത്തിലുള്ള മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞിട്ട് മരിക്കും, ഇല്ലയോ? ശരിയാണോ അല്ലേ? ഈ ലോകത്തിലുള്ള മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞിട്ട് മരിക്കും. പക്ഷെ ക്രിസ്ത്യാനി എന്തുവാ? മരിച്ചു കഴിഞ്ഞിട്ടാ ജീവിക്കുന്നത്. ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞിട്ടാണ് ജീവിക്കാൻ ആരംഭിക്കുന്നതും. മരിച്ച ഒരുവനെ പിന്നെ ആർക്ക് കൊല്ലാൻ പറ്റും? മരിച്ച ഒരുവനെ ആർക്ക് കൊല്ലാൻ കഴിയും? ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. അതേ, ക്രിസ്തുവിൽ മരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പിന്നെ നമ്മളെ ഇനി ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. ക്രിസ്ത്യാനി മരണത്തെ കൊതിക്കണം. എ ഫിലോസഫി ദാറ്റ് ഈസ് നോട്ട് വർത്ത് ഡൈയിങ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. മരിക്കാൻ കൊള്ളാത്ത ഒരു സന്ദേശം ജീവിക്കാൻ കൊള്ളത്തില്ല. ബൈബിൾ തിരുവചനം പഠിപ്പിക്കുന്നതും ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണെന്നറിയാമോ? മരിക്കാൻ കൊള്ളാമെന്ന് പഠിപ്പിക്കുന്ന ഉലകത്തിലെ ഒരേ ഒരു ഗ്രന്ഥമാണെന്ത്? സത്യവേദ പുസ്തകം, ജീവന്റെ വചനം. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇരിക്കുക, സ്വർഗത്തിൽ പോകാൻ വേണ്ടി. We all want to enter into the glorious kingdom of Lord Jesus Christ. പക്ഷേ എങ്ങനെ നമുക്ക് സ്വർഗം കിട്ടും? എല്ലാവരും സ്വർഗം സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്. As long as we are living in this flesh, നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നില്ല? നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. Only when we lay down our small life, then only we can inherit the kingdom of God. Then only we can enter into the glorious kingdom. Then only we can see our glorious, victorious King, Jesus Christ. നമ്മുടെ ഈ ചെറിയ ജീവിതം കളഞ്ഞെങ്കിൽ മാത്രമേ 12-11 റെവലേഷനിൽ നമ്മൾ വായിക്കുന്നു, അവർ കുഞ്ഞാടിന്റെ രക്തവും അവരുടെ സാക്ഷ്യവചന ഹേതുമായി അവരെ ജയിച്ചു. എന്നിട്ട് അതിന്റെ താഴെ എഴുതിയിരിക്കുന്നു, ജീവപര്യന്തം തങ്ങളുടെ പ്രാണനെ എന്ത് ചെയ്തില്ല? സ്നേഹിച്ചില്ല. പ്രാണനെ സ്നേഹിച്ചില്ല, ജീവനെ സ്നേഹിച്ചില്ല. ജീവനെ കളയുവാൻ അവർ തയ്യാറായിരുന്നു. ഇന്ന് വരെയുള്ള ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ രക്തസാക്ഷിയായതും ആർക്ക് വേണ്ടിയെന്നറിയാമോ? ക്രിസ്തുവിന് വേണ്ടി. ഏകദേശം 14 കോടി ജനങ്ങളാണ് യേശുവിന് വേണ്ടി ജീവൻ അർപ്പിച്ചതും. അവർ ജീവൻ നഷ്ടപ്പെട്ടോ? അവരുടെ ജീവിതം നഷ്ടപ്പെട്ടോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്ന സ്ഥലത്തെ കുറിച്ചുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ, ഞാൻ മരിച്ചാൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മരിക്കാൻ പേടിയാ? We should have the great assurance, if I die today, I will be in the heavenly place with my God. That great assurance we all should have. വചനം പറയുന്ന ഭീരുക്കൾ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നതും ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നീറോ എന്ത് ചെയ്യുന്നറിയാമോ? പൗലോസിനെ വധിച്ചു. പൗലോസിനെ വധിച്ചപ്പം നീറോ അട്ടഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ക്രിസ്തു മാർഗം എന്നേക്കുമായിട്ട് അവസാനിച്ചു. പക്ഷെ എന്താ സംഭവിച്ചതും? ഒരു പൗലോസ് ശിരസ് ഛേദിക്കപ്പെട്ട് താഴെ വീണപ്പോൾ 1000 പൗലോസന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒരു സുധീർ കുറുപ്പ് കഴുത്ത് വെട്ടേറ്റ് മരിച്ചു വീണാൽ 1000 പേരെ ദൈവം എഴുന്നേൽപ്പിക്കും. ഒരു അംബിക ശർമ്മം കർത്താവിന് വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്നാൽ 1000 അംബിക ശർമ്മമാരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവവചനത്തിന് ബന്ധനമില്ല, ആർക്കും തടയാൻ കഴിയുന്നതല്ല ക്രിസ്തുവിന്റെ മാർഗം. എത്രയോ പേരും ക്രിസ്തു മാർഗം ജനിച്ചു വീണ ഈ ദുഷ്ടന്മാരായ നീറോ ചക്രവർത്തിമാരുടെ കയ്യിലും എന്താ സർവൈവ് ആയില്ലയും. ദൈവവചനത്തിന് ബന്ധനമില്ലാതെ സാമ്രാജ്യങ്ങളെ തകർത്ത് ചക്രവർത്തിമാരെ
ചക്രവർത്തിമാരെ തകർത്ത്, സാമ്രാജ്യങ്ങളെ തകർത്ത്, രാജ്യങ്ങളെ തകർത്തെറിഞ്ഞും അത് ഇന്നും ജൈത്രയാത്ര ചെയ്യുകയാണ്. പക്ഷെ ഇന്നും വിശ്വസ്തരായിട്ടുള്ള ശുശ്രൂഷകന്മാരില്ല. യഹോവയെ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ കുറഞ്ഞിരിക്കുന്നു. The love of many will grow cold. അനേകരുടെ സ്നേഹം തണുത്തു പോകും. ആരോടുള്ള സ്നേഹം? ദൈവത്തോടുള്ള സ്നേഹം. Because the devil has come to this world with a new form. പിശാച് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന രൂപം എന്തുവാം? 2 big horns, big teeth, red eyes and very big nails. ഭീകരമായ ഒരു രൂപമാണ് നമ്മുടെ മുമ്പിൽ വരുന്നതും. അതൊന്നും പിശാചൊന്നും അല്ല. അത് ഈ കാർട്ടൂണുകാരും സിനിമാക്കാരും ഈ ഹൊറിബിൾ മൂവീസുകാരും ഉണ്ടാക്കിയതാണ്. പിശാച് വരുന്നത് ഏറ്റവും ഫ്രണ്ട് ആയിട്ടാണ്. ഏറ്റവും വെളിച്ചദൂതന്റെ വേഷം കെട്ടിയാണ് അവൻ വരുന്നത്. വാട്ട് ഈസ് ഹി സെയിം? പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തുവാ? To keep you away from the presence of God, to keep you away from the love of Jesus, to keep you away from the relation of Jesus Christ. ക്രിസ്തുവിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുക. പിശാച് അതിൽ വിജയിച്ചു. ആദം മുതലുള്ള ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ 6000 വർഷത്തെ ചരിത്രമാണ്. ഈ 6000 വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ 30 വർഷം കൊണ്ട് ലോകത്തിൽ നടന്നിരിക്കുന്നത്. ഗ്രേറ്റ് റെസൊല്യൂഷൻ, ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ലോകമാകെ അടിമുടി മാറി. ലോകം പണ്ട് ഭയങ്കര വിശാലമായൊരു ലോകമായിരുന്നു. ആഫ്രിക്ക എന്നൊക്കെ കേൾക്കുമ്പോൾ വേർ ഇറ്റ് ഈസ്, എത്തും പിടിയും കിട്ടാത്ത സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വരവോടുകൂടി ഈ ലോകം, വലുതായിരുന്ന ലോകം ചെറുതായി 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 ചുരുങ്ങി. ഇപ്പൊ നമ്മുടെ കയ്യിലാണ്. ഈ വേൾഡ് ഈസ് ഇൻ അവർ ഹാൻഡ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ലോകം മുഴുവൻ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞു. 360 ഡിഗ്രിയിൽ ഈ ലോകത്തിൽ എന്ത് നടന്നാലും അതെല്ലാം ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. ലോകത്തിലുള്ള സകല മ്ലേച്ഛതകളും ഇതിനകത്തുണ്ട്, സകല വൃത്തികേടുകളും ഇതിനകത്തുണ്ട്. 4 ചുവരുകൾക്കകത്തും ഈ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ നിന്നെ സന്തോഷിപ്പിക്കുന്ന ലോകത്തിലേക്കും നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നിടത്തേക്കും ഈ മൊബൈൽ നിന്നെ എത്തിക്കുകയാണ്. 25 വർഷം മുമ്പ് പാപം ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു, വലിയ പാടായിരുന്നു ഒരു പാപം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു പാടുമില്ല. മുറി അടച്ച് 4 ചുവരുകൾക്കുള്ളിൽ ഈ മൊബൈലുമായിട്ട് നീ ഇരിക്കുമ്പോൾ എല്ലാം ഇതിനകത്തുണ്ട്. ലോകത്തിലുള്ള സകല മ്ലേച്ഛതകളും സകല അശുദ്ധിയും. ഈ കയ്യിലിരിക്കുന്ന മൊബൈലും ഇതൊരു വിഷപ്പാമ്പാണ്. ഇറ്റ്സ് എ പോയിസണസ് സ്നേക്ക്. ഈ മൊബൈലിന് നിന്നെ നരകത്തിലെത്തിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. നരകത്തിലെത്തിക്കുവാൻ ശക്തിയുള്ളതാണ് ഈ മൊബൈൽ. അതുകൊണ്ട് ഹാൻഡിൽ വിത്ത് കെയർ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇപ്പോൾ നമ്മളും ഏതിനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നതും? ഫേസ്ബുക്കിനാണോ ലൈവ് ബുക്കിനാണോ? ഫേസ്ബുക്കിൽ നമ്മൾ എത്ര മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കുന്നു? ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫേസ്ബുക്കിൽ ചെലവഴിക്കുന്നുണ്ടോ? എന്നാൽ 10 മിനിറ്റ് ദൈവവചനം തുറന്ന് വായിക്കുന്നുണ്ടോ ദിവസവും? നമ്മൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ലൈവ് ബുക്കിനാണോ ഫേസ്ബുക്കിനാണോ? നമ്മൾ ആരോടാണ് പറ്റിയിരിക്കുന്നതും? നമുക്കിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തത് എന്തുവാ? ബൈബിളാണോ മൊബൈലാണോ? ഓരോ 10 സെക്കൻഡിലും നമ്മൾ നോക്കും നമ്മുടെ കൈവശം മൊബൈൽ ഉണ്ടോ. ഓരോ 10 സെക്കൻഡിലും നമ്മൾ നോക്കും എന്ത് മെസ്സേജാണ് വന്നത്, ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതും. നമ്മളിപ്പോൾ നമ്മുടെ ഹൃദയം പറ്റിയിരിക്കുന്നത് ആരോടാ? കർത്താവിനോടാണോ മൊബൈലിനോടാണോ? കർത്താവ് പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. നമ്മൾ പറ്റിയിരിക്കുന്നത് ആരോടാ? മൊബൈലിനോടാണോ ദൈവവചനത്തോടാണോ? ഞാനൊരു യാഥാർത്ഥ്യം പറയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, അതെനിക്കൊരു വിഷയമൊന്നുമല്ല. ഗോഡ് ലുക്സ് അവർ ഹാർട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ഗോഡ് ലുക്സ് അവർ ഹാർട്ട്. ശരിയാണോ അല്ലേ? നമ്മുടെ ഫീച്ചേഴ്സ് ഒന്നും ദൈവത്തിന് നോക്കേണ്ട ആവശ്യമില്ല, അറിയേണ്ട ആവശ്യമില്ല. ഗോഡ് ലുക്സ് അവർ ഹാർട്ട്, ബട്ട് devil and man want to see the faces. God looks our heart. ദൈവം നമ്മുടെ ഹൃദയം കാണുന്നു. But man and devil want to see the faces. That is why the book of devil is called, come on,
Come on. I need a response from you. Don't unmute. Lift chalpicha madi. I can understand. God looks so hard. Devil and man want to see the faces. That is why the book of devil is called. I didn't say, you said. So those who have account with this Facebook, the snake is already coiled on your neck. Either it will bite you or it will swallow you. You are in danger. ശ്രദ്ധിക്കുക. പലരും പറയുന്ന ഇതിനകത്തൊക്കെ നന്മയൊക്കെ ഉണ്ടെന്നാ പറയുന്നേ. ഈ വേദപുസ്തകത്തിനേക്കാൾ വലിയ നന്മ ഇതിനകത്തുണ്ടോ? ഈ ദൈവവചനത്തെക്കാൾ എന്ത് നന്മ ഇതിനകത്തുള്ളതും? എന്നാ ഈ ഫേസ്ബുക്ക് ലോകത്തിൽ വന്നതും ദൈവവേലയ്ക്ക് വലിയ പ്രയോജനമാണെന്നാ പറയുന്നതും. എന്തോ പ്രയോജനം? ഒരാൾ ദൈവവചനം പോസ്റ്റ് ചെയ്യും, ഒരാൾ ദൈവവചനത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യും, അതിന്റെ താഴെ വരുന്നത് വൃത്തികെട്ടതായിരിക്കും, വൃത്തികെട്ടം മ്ലേച്ഛമായതായിരിക്കും അതിന്റെ താഴെ വരുന്നത്. എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ച്. ഐ ഡോണ്ട് ഹാവ് എ ഫേസ്ബുക്ക് അക്കൗണ്ട്. ഐ എം എ ജനറൽ മാനേജർ ഇൻ എ കമ്പനി. ഐ ഡോണ്ട് ഹാവ് എ ഫേസ്ബുക്ക്. ഇതുവരെയും ആ ഒരു ആഗ്രഹം ഇതുവരെ വന്നിട്ടില്ല. സോ ഐ എം ലീവിംഗ് ദിസ് ചാപ്റ്റർ. സോ വഞ്ചിക്കപ്പെടരുത്, ചതിക്കപ്പെടരുത്. പേര് വിളിക്കുന്ന നേരത്ത് നമ്മുടെ പേര് കാണുമോ? പാട്ടൊക്കെ പാടാൻ വേണ്ടി പറയും, എന്റെ പേരും കാണുമെന്നൊക്കെ പാട്ട് പാടാൻ കഴിയും. പക്ഷേ നമ്മുടെ പേര് കാണുമോ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. സോ ഞാൻ മടങ്ങി വരികയാണ്. ആരാധന എന്നുള്ള പദം കടന്നു വരുന്നതും ഈ ആദം വീണ്ടും തന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നു, ഷേത്ത് ജനിക്കുന്നു. ഷേത്തിന് ഏനോക്ക് എന്ന് പറയുന്ന ഒരു മകൻ, എനോഷ് എന്ന് പറയുന്ന മകൻ ജനിക്കുന്നു. അവന്റെ കാലഘട്ടത്തിൽ ആരാധന ആരംഭിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കറിയത്തില്ല ഈ ആരാധന എന്താണ്. ഈ ആരാധന, വാട്ട് ഡസ് ഇറ്റ് മീൻ? വാട്ട് ഈസ് വർഷിപ്പ്? അതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഒന്നും ഇവിടെ ഇല്ല. പിന്നീട് നമ്മൾ ആരാധന എന്നുള്ള പദം കാണുന്നതും 22 ചാപ്റ്റർ 22 വേഴ്സ് 5 ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 22:5 പിന്നീട് നമ്മൾ കാണുന്നതും ആരാധന എന്നുള്ള പദം. ജനസിസ് 22 വേഴ്സ് 5. നിങ്ങൾ അബ്രഹാം ബാല്യക്കാരോടും നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്നും ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മളിൽ ബൈബിളിൽ ആരാധന എന്നുള്ള പദം കാണുന്നതും ഇവിടെയാണ്. ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഐ വാണ്ട് ടു ടെൽ സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു യു. വാട്ട് ഈസ് വർഷിപ്പ്? അപ്പൊ അബ്രഹാം പറയുകയാണ്, ഞാൻ ആരാധനയ്ക്ക് വേണ്ടി പോവുകയാണ്. ഐ എം ഗോയിങ് ടു വർഷിപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ യഥാർത്ഥമായി ആരാധന എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. നോക്കണം, നമ്മളെ ഇന്ന് സഭായോഗങ്ങളിൽ കാണുന്ന ആരാധനയും ഈ ആരാധനയും തമ്മിലുള്ള കമ്പാരിസൺ. നമ്മളെ കൂടി വരുമ്പോൾ നമ്മുടെ പാസ്റ്റർ സ്തോത്രം 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 സ്തോത്രം, എല്ലാവർക്കും വാതുറന്ന് സ്തോത്രം ചെയ്യാം, സ്തോത്രം സ്തോത്രം. പിന്നീട് ഒരാൾ പ്രാർത്ഥിക്കുന്നു, പിന്നെ 2 പാട്ട് പാടുന്നു. ആ 2 പാട്ട് ശരിയായില്ലെങ്കിൽ 3ാമതൊരു പാട്ടും കൂടെ പാടുന്നു. വീണ്ടും ഒരാൾ പ്രാർത്ഥിക്കുന്നു, വീണ്ടും സങ്കീർത്തനം വായിക്കുന്നു, പിന്നെ സാക്ഷ്യം പറയുന്നു, പിന്നെ കുഞ്ഞുങ്ങൾ വചനം പറയുന്നു, പിന്നെ നമ്മുടെ വചനം പ്രസംഗിക്കുന്നു, പിന്നെ പാട്ട് പാടുന്നു, ആശീർവാദം പറഞ്ഞു പോകുന്നു. പക്ഷേ ഇവിടെ ഒരു ആരാധന നമ്മൾ കാണുകയാണ്. ഈ കാണുന്നത് ഒന്നും ഇവിടെ ഇല്ല. പാട്ടുമില്ല, പ്രാർത്ഥനയില്ല, തമ്പേറും ഇല്ല, കയ്യടിയില്ല, അന്യഭാഷയില്ല, ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ ഒരു ആരാധന നടക്കുകയാണ്. ആരാധന കഴിഞ്ഞ് മടങ്ങി വരാൻ പോയി. മകൻ ചോദിക്കുകയാണ്, അപ്പ കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, പക്ഷേ യാഗത്തിനുള്ള മൃഗം എവിടെ? യഹോവ ഇരേ, യഹോവ ജൈറേ, യഹോവ കരുതിക്കൊള്ളും. മുകളിൽ ചെന്നും 1ാമതായി യാഗപീഠം ഉണ്ടാക്കി, വിറകുകൾ അടുക്കി. എന്നിട്ട് മോനോട് പറഞ്ഞു, മോനെ കൈയൊന്ന് കെട്ടി നിൽക്കും, മോനെ കണ്ണടച്ചും. അപ്പനെ അനുസരിക്കുന്ന മകൻ കണ്ണടച്ചു, കൈ കെട്ടി. അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ? നന്നായിട്ട് കയറ് കയ്യിൽ വരിഞ്ഞു മുറുക്കി. എന്നിട്ട് മകനോട് പറഞ്ഞു, മോനെ ഈ വിറകിന്റെ മുകളിലൊന്ന് കയറി കിടക്കാമോ? അപ്പനെ അനുസരിക്കുന്ന മകൻ അതുപോലെ ചെയ്തു. മോനെ കണ്ണടച്ച് കാലൊന്ന് അടുക്കി വെക്കാൻ പറഞ്ഞു. കാലടുക്കി വെച്ചു. അപ്പൻ ആ കുഞ്ഞു കാലുകളിൽ എന്ത് ചെയ്തു? കയർ നന്നായിട്ട് വരിഞ്ഞു മുറുക്കി. ഇപ്പൊ കുഞ്ഞിന്റെ കൈയും കാലും ബന്ധിക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ കണ്ണടയ്ക്കാമോ? കണ്ണടച്ചു.
അപ്പൻ കത്തി വലിച്ചൂരിയും ഒരു ദയയും കാണിക്കാതെയും ഒരു കരുണയും കാണിക്കാതെയും തന്റെ കണ്ണിലുണ്ണിയായം താലോലിച്ചു വളർത്തിയം വാർദ്ധക്യത്തിൽ കിട്ടിയം 25 വർഷത്തിന് ശേഷം കിട്ടിയ ദൈവത്തിന്റെ സന്തതിയെ വാഗ്ദത്തത്തെ താൻ ദൈവം പറഞ്ഞതനുസരിച്ചും ഒരു ദയം കൂടാതെ കത്തി വലിച്ചൂരി ആഞ്ഞു കുത്തിയോ ഇല്ലയോ? പുതിയ നിയമത്തിൽ വായിക്കുന്നു, അബ്രഹാം ഇസഹാക്കിനെ വിശ്വാസത്താൽ എന്ത് ചെയ്തു? കുത്തിക്കൊന്നും കത്തിച്ചാരമാക്കി ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം വെപ്രാളം അബ്രഹാമിനല്ല, പിന്നെയും ഇപ്പം വെപ്രാളം ദൈവത്തിനാ. അബ്രഹാമേ അബ്രഹാമേ എന്നും പറഞ്ഞു വിളിച്ചു പോവാ. കാരണം ദൈവത്തിന് അറിയാം അവൻ അതും ചെയ്യും, അവന്റെ അപ്പുറവും ചെയ്യും. 2 പ്രാവശ്യം വിളിക്കുന്ന അബ്രഹാമേ അബ്രഹാമേ. ദൈവം ഇപ്പൊ ചാടി എഴുന്നേറ്റ് ഒരു സ്വസ്ഥത ഇല്ലാതിരിക്കുക. നീ എന്നെ അനുസരിച്ചത് കൊണ്ടും നീ എന്റെ കൽപ്പന പ്രമാണിച്ചത് കൊണ്ടും നീ എന്നെ ഭയപ്പെട്ടത് കൊണ്ട് ഞാൻ അറിയുന്നു നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്നും. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് എന്തുവാ? കൈ കൊട്ടുന്നതും അന്യഭാഷ പറയുന്നതും തുള്ളിച്ചാടുന്നതും സങ്കീർത്തനം വായിക്കുന്നതും ഒന്നുമല്ലേ ആരാധനം. അതൊക്കെ നടന്നോട്ടെ. യഥാർത്ഥമായ ആരാധന എന്ന് പറയുന്നത് ഒബീഡിയൻസ് ടു ദ ലോർഡ്, ദൈവത്തെ അനുസരിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ദൈവകൽപ്പന അനുസരിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നതും. ദൈവത്തെ അനുസരിക്കാത്തവൻ എത്ര തുള്ളിയാലും എത്ര കൈയടിച്ചാലും എത്ര അന്യഭാഷ പറഞ്ഞാലും അതെന്താകത്തില്ല, അത് ദൈവം സ്വീകരിക്കത്തില്ല. ദൈവത്തെ അനുസരിക്കുന്നതാണ്, ദൈവകൽപ്പനയെ അനുസരിക്കുന്നതാണ് ഏറ്റവും, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മേധസ്സുകളെക്കാളും നല്ലതെന്നും ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ നമുക്ക് എന്താണ് ദൈവത്തെ അനുസരിക്കേണ്ടത്? വാട്ട് ഈസ് ഹിസ് കമാൻഡ്മെന്റ് എന്ന് നമ്മൾ വായിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യണം. വാട്ട് ഈസ് ഹിസ് കമാൻഡ്മെന്റ്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ വീട്ടിലും നമ്മളൊരു പട്ടിയെ വളർത്തുകയാണ്. പട്ടിയെ വളർത്തുന്നതിന്റെ പിന്നിൽ എന്തുണ്ട്? നമുക്കൊരു ഉദ്ദേശമുണ്ട്. വീടിന് കാവലിന് വേണ്ടിയാണ് നായയെ വളർത്തുന്നത്. നമ്മളൊരു പശുവിനെ വളർത്തുകയാണ്. ആരും വെറുതെ ഒന്നും പശുവിനെ വളർത്തത്തില്ല, പാലിന് വേണ്ടിയാണ് പശുവിനെ വളർത്തുന്നതും. നമ്മൾ ഒരു കമ്പനിയിൽ നമ്മളെ ജോലിക്ക് വെക്കുക എന്തിനു വേണ്ടിയാ? നമ്മളെ അവിടെ ഷോക്കേസിൽ ഇരുന്നും നമ്മുടെ ബ്യൂട്ടി കാണാൻ വേണ്ടിയൊന്നും അല്ല കമ്പനിക്കാർ നമ്മളെ ജോലിക്ക് വെക്കുന്നതും. കമ്പനിക്ക് നമ്മളെ കൊണ്ട് എന്തുണ്ടാകണം? പ്രയോജനം ഉണ്ടാകണം. കമ്പനി പ്രോഫിറ്റബിൾ ആയി തീരണം. പ്രയോജനമില്ലാത്തവന് ഒരു കമ്പനിക്കും വേണ്ട, ജോലി ചെയ്യാത്തവരെ ആർക്കും വേണ്ട. അപ്പൊ ഈ ലോകത്തിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഉദ്ദേശമുണ്ട്. അപ്പൊ ദൈവം നമ്മളെ ഇത്ര വലിയ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. എന്താണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ്? വാട്ട് ഈസ് ദ പർപ്പസ് ഫോർ അവർ കോളിംഗ്? നമ്മളെ വിളിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? കർത്താവ് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ വായിക്കുന്നു, ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, someone can read. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നോക്കണം, you will receive power when the Holy Spirit come upon you, and you will be my witnesses in Jerusalem, all the Judaeum, Samaria, and the ends of the earth. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. എന്തിനു വേണ്ടിയ ശക്തി? കൈയടിക്കാൻ വേണ്ടിയോ, കുത്തിയിരുന്ന് വിറയ്ക്കാൻ വേണ്ടിയോ, തുള്ളിച്ചാടാൻ വേണ്ടിയോ, ബഹളം വയ്ക്കാൻ വേണ്ടിയോ, ഉച്ചത്തിൽ പാട്ടുപാടാൻ വേണ്ടിയോ ഒന്നുമല്ല ഈ ശക്തി. പരിശുദ്ധാത്മാവ് വരുമ്പോ ഇതെല്ലാം നടക്കും. പക്ഷെ ഇതിനു വേണ്ടിയല്ല ദൈവം പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നതും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്കൊരു ശക്തി കിട്ടും. യു വിൽ റിസീവ് an amazing power, an extraordinary dynamic power.
എന്തിനു വേണ്ടിയെന്നറിയാമോ? കർത്താവിന്റെ സാക്ഷികളാകുവാൻ വേണ്ടി, വിറ്റ്നസ് ആകാൻ വേണ്ടി. വിറ്റ്നസ് എന്ന് പറയുമ്പോൾ, സാക്ഷികൾ എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥമായ മൂലഭാഷ പഠിക്കുമ്പോൾ നിങ്ങൾ എന്റെ രക്തസാക്ഷികളായി തീരണം. കർത്താവ് പറഞ്ഞു, ഇഫ് യു വുഡ് ലൈക്ക് ടു ഫോളോ മീ, യു ഷുഡ് ഡിനൈ യുവർസെൽഫ് ആൻഡ് ടേക്ക് അപ്പ് യുവർ ക്രോസ് ആൻഡ് ഫോളോ മീ. ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ വേണ്ടി ഇച്ഛിക്കുകയാണെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ്, നമ്മൾ പറയുന്ന യേശുവെ നിന്റെ ക്രൂശ് ഞാൻ ചുമക്കുക. യേശുവിന്റെ ക്രൂശ് ഒന്നും ഇനി നമുക്ക് ചുമക്കാൻ വേണ്ടി പറ്റത്തില്ല. യേശു കർത്താവിന്റെ ക്രൂശ് ചുമന്നും ക്രൂശിൽ മരിച്ചു. ഇനി പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് ചുമക്കണം. What is the meaning of cross? What is the symbol of cross? It's not suffering, it's not persecution, it's not hardship. What is the symbol of cross? Nothing else, death. ക്രൂശ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ ക്രൂശൻ ചുമന്നുകൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഈ മനുഷ്യൻ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവനാണ്. ഇവൻ ഈ ക്രൂശ് ചുമന്നുകൊണ്ട് പോയി ഈ ക്രൂശിൽ ഇവൻ എന്ത് ചെയ്യും? ക്രൂശിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരണത്തിന് വേണ്ടി നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. യേശു പറഞ്ഞു, ജീവനെ കളയുന്നവൻ അതിനെ നേടും, ജീവനെ നേടുന്നവൻ അതിനെ കളയും. ഒരു വിശ്വാസിയുടെ ജീവിതം എപ്പോഴും യുദ്ധഭൂമിയാണ്. പ്രിയപ്പെട്ടവരെ, 20 വർഷമായി വന്ന ദിവസം പോലും യുദ്ധം ആരംഭിച്ചതാ. സുവിശേഷകൻ എപ്പോഴും പോരാട്ടമുണ്ട് യുദ്ധഭൂമിയിലും. പല പ്രാവശ്യം അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നും അറസ്റ്റ് നടന്നില്ല. ഒരു പ്രാവശ്യം 20 വണ്ടി സർവ്വസന്നാഹങ്ങളുമായിട്ട് ഞാൻ താമസിക്കുന്നതിന്റെ താഴെ വന്ന് നിന്നും, പക്ഷെ അവർ മോളിൽ കയറി വന്നില്ല, എന്നെ അറസ്റ്റ് ചെയ്തില്ല. നേരിട്ടുള്ള യുദ്ധത്തിൽ പിശാച് തോറ്റുപോകുമെന്ന് അവൻ അറിയാം. നേരിട്ടുള്ള യുദ്ധത്തിൽ അവൻ ജയിക്കത്തില്ല. പക്ഷെ പുറകിലൂടെ യുദ്ധം ആരംഭിച്ചു, ഗറില്ല യുദ്ധമുറ ആരംഭിച്ചു, അതിലവൻ വിജയിച്ചു. ഞാൻ ഒരു ദിവസം ഓഫീസിൽ ഇരിക്കുമ്പോൾ എന്റെ കൈകളിൽ ചങ്ങല വന്ന് വീണു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്റെ ഒരു കാലെടുത്തു, എന്നിട്ട് യമൻകാരനായ ഒരു ക്രിമിനലിന്റെ കാലെടുത്തു. 2 പേരുടെ കാലും കൂടെ കൂട്ടിക്കെട്ടി ചങ്ങല കിട്ടു. എന്ത് രസമായിരിക്കും! നമ്മുടെ മാത്രം കാലുകളിൽ ചങ്ങല ഇടുകയാണെങ്കിൽ somehow we could be able to manage. ഇത് വേറൊരാളുടെ കാലുമായിട്ട് ചങ്ങല കിട്ടിയിരിക്കുകയാണ്. പക്ഷെ അവിടെ വ്യാപരിക്കുന്ന അസാധാരണമായ കൃപ, ഞാൻ വിചാരിച്ചു എല്ലാം തീർന്നു, എന്റെ കഴുത്ത് നിലത്ത് കിടന്ന് ഉരുളും. വലിയ മഷിക്കകത്ത് കാല് മുക്കി, വലിയ വെള്ളപ്പേപ്പറിൽ ഫുട് പ്രിന്റ് എടുത്തും, കൈ മഷിക്കകത്ത് മുക്കി പാം പ്രിന്റ് എടുത്തും. അപ്പൊ ഇതൊക്കെ വലിയ കൊടും ക്രിമിനലിനെ കൊല്ലാൻ പോകുന്നതിനുമുള്ള പ്രൊസീജിയേഴ്സാണ്. ഞാൻ വിചാരിച്ചു എന്റെ കഴുത്ത് താഴെ കിടന്ന് ഉരുളും. നോ വറീസ്. ഹല്ലേലൂയ. കാരണം വർഷങ്ങൾക്ക് മുമ്പേ ഒത്തിരിയും പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട് രക്തസാക്ഷിയാകുമെന്ന്. രക്തസാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഭയങ്കര മോസ്റ്റ് ബ്ലസ്സഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടത്തുള്ളൂ. ആ ഭാഗ്യം എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. കിട്ടുവാൽ I will the most blessed person in this world, because I have the great assurance, if I die today for the sake of gospel, I will be with my heavenly places. പക്ഷെ ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ വിടുവിക്കുന്ന ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സുവിശേഷകനെ സംബന്ധിച്ച് അവൻ എപ്പോഴും സുവിശേഷകനായിരിക്കും. ജയിലിൽ ചെന്ന് കഴിഞ്ഞാലും സുവിശേഷകനായിരിക്കും. നോക്കിയപ്പോൾ നല്ലൊരു ഫീൽഡ്, കുറെ ആളുകളുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് പ്രീച്ചിങ്, ലെറ്റ്സ് സ്റ്റാർട്ട് ഷെയറിംഗ് ദ ഗോസ്പൽ. നോക്കണം, ജയിലിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി അവസരം കിട്ടി. നോക്കണം, ജയിൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ക്രിമിനൽസ് ആണ് വരുന്നത്, ഒറിജിനൽ കള്ളന്മാർ, ഒറിജിനൽ പാപികളാണ് ജയിലിനകത്ത് വരുന്നത്. സോ സുവിശേഷം അറിയിക്കാൻ വേണ്ടി തുടങ്ങി. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചും 3 പേരും ജയിലിനകത്ത് they confessed, they cried, they repented, they accepted the Lord Jesus Christ. പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല പ്ലേസ്, സുവിശേഷം പറയാൻ ഏറ്റവും നല്ല പ്ലേസ് എന്താണെന്ന് അറിയാമോ? ജയിലാണ് ഏറ്റവും one of the best place to preach the gospel. I can give you the guarantee, nobody will come to arrest you. Hallelujah. ദൈവത്തെ വാഴ്ത്തുന്നു. ജയിലിലാണ് ഏറ്റവും നല്ല അവസരം സുവിശേഷം അറിയിക്കാൻ. ആരും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരത്തില്ല. ഒരു സുവിശേഷകനെ സംബന്ധിച്ച് എപ്പോഴും അവൻ സുവിശേഷകനായിരിക്കും. സോ അത്ഭുതകരമായി പുറത്തു വന്നു. ഞാൻ ആ സാക്ഷ്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഞാൻ ഈ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. സാക്ഷികളാകുന്നില്ല എങ്കിൽ, ഇതുവരെയും സാക്ഷിയായിട്ടില്ലെങ്കിൽ, നമ്മൾ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി, അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷേ സാക്ഷികളായിട്ടില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, the spirit what you receive is not the Holy Spirit or some other spirit.
നിങ്ങൾ പ്രാപിച്ചത് പരിശുദ്ധാത്മാവാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ സാക്ഷികളാകും. അപ്പൊ ഈ അറബികളോട് അങ്ങനെ പറയും. എന്റെ വൈഫ് വിചാരിച്ചിരുന്നതും അറബികളോടൊന്നും സുവിശേഷം ഒരിക്കലും പറയാൻ പറ്റത്തില്ല, എസ്പെഷ്യലി ഇൻ ദിസ് കൺട്രി, വെരി വെരി ഡേഞ്ചറസ്. അപ്പൊ വിചാരിച്ചത് യൂട്യൂബിലൂടെ അവർ സുവിശേഷം കേൾക്കും, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ ഒക്കെ അവരും ഇങ്ങനെ തപ്പി പോകുമ്പോ എങ്ങനെയൊക്കെയൊക്കെ ഒരു സുവിശേഷം കേൾക്കും, അങ്ങനെയൊക്കെ രക്ഷപ്പെടുമെന്നാണ്. പക്ഷെ ദൈവം വളരെ ക്ലിയർ ആയിട്ട് സംസാരിച്ചു. കർത്താവ് പറഞ്ഞിങ്ങനെ, ഐ ഡിഡ് നോട്ട് ഡൈ ഫോർ യൂട്യൂബ്, ഐ ഡിഡ് നോട്ട് ഡൈ ഫോർ ഇന്റർനെറ്റ്, ഐ ഡൈഡ് ഫോർ യു. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു പ്രീച്ച് ദ ഗോസ്പൽ. വേറെയും എക്സ്ക്യൂസസ് ഒന്നുമില്ല. പോകാൻ വേണ്ടി തുടങ്ങി, അറബികളോട് പറയാൻ വേണ്ടി തുടങ്ങി. അറബ് ലേഡി ചാടി എഴുന്നേറ്റും, ഹൗ ഡെയർ ടു സേവ്, വേർ യു ആർ സ്റ്റാൻഡിങ്, വാട്ട് യു ആർ സ്പീക്കിംഗ്, ആർ യു അവെയർ? എവിടാ നിൽക്കുന്നത്, എന്താ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? എന്റെ വൈഫിന്റെ കൂടെ പോയ സഹോദരി പറഞ്ഞു, യെസ്, വെരി വെൽ, വി നോ ദാറ്റ് വേർ വി ആർ സ്റ്റാൻഡിങ് ആൻഡ് വാട്ട് വി ആർ സ്പീക്കിംഗ്, ബട്ട് വി ആർ മച്ച് കൺസേൺഡ് ഓഫ് യുവർ സോൾ. പെട്ടെന്ന് ആ സ്ത്രീ പറയുകയാണ്, യു കൺസേൺഡ് ഓഫ് മൈ സോൾ മോർ ദാൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവനേക്കാൾ അധികമായിട്ട് നിങ്ങൾ എന്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നുവോ? യെസ് യെസ്, വി ലവ് യു, ഗോഡ് ലവ്സ് യു. നോക്കണം, ഭയമുള്ളിടത്ത് സുവിശേഷം അറിയത്തില്ല. ഷീ സാറ്റ് ഡൗൺ, ദേ ഷെയർ ദ ഗോസ്പൽ, ഷീ ലിസൺ ദ ഗോസ്പൽ ഫോർ 2 hours. ഭയമുള്ളിടത്ത് ഇതൊന്നും അറിയത്തില്ല. പൗലോസ് ആയിരുന്നുവെങ്കിൽ അറബി ദേശമെന്നും മുസ്ലിം ദേശമെന്നും ഇസ്ലാമിക് ദേശമെന്നും ഹിന്ദു ദേശമെന്നും ഒന്നും പൗലോസിനില്ല. കിട്ടുന്നിടത്ത് എന്ത് ചെയ്യുക? കാരണം മരിക്കാൻ വേണ്ടിയല്ലേ ഈ പോകുന്നത്. മരണത്തെ ഭയമില്ലാത്തവൻ അവൻ എവിടെയും സുവിശേഷം അറിയിച്ചിരിക്കും. ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. ഈ ആത്മാവിന് ദൈവം തന്നത് കർത്താവിന്റെ സാക്ഷികളാകാൻ വേണ്ടിയാണ്. ഈ സാക്ഷികൾ, നമ്മൾ സാക്ഷികളാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലജ്ജിച്ചു പോകും. ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, അത് വേഗത്തിൽ തീരും. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. We have only one life, it will soon be past. What we have done for Christ will last. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കത്തുള്ളൂ, ബാക്കിയെല്ലാം നശിച്ചു പോകും. We did not bring anything to this world and we cannot take anything out of this world. ഇഹലോകത്തിലേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കും. ഈ ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരങ്ങളില്ല. ഭൂമി അതിന്റെ പണിയും അഴിഞ്ഞു പോകും. ഭൂമി നിന്ന് കത്തും. ദൈവം ഭൂമിയെ തീക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. ദുബായ് നഗരം നിന്ന് കത്തും, സിഡ്നിയും പാരീസും നിന്ന് കത്തും, ന്യൂയോർക്കും വാഷിംഗ്ടണും നിന്ന് കത്തും, ഡൽഹിയും ബോംബെയും നിന്ന് കത്തും. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. We are not belong to this world. We are strangers in this land, sojourning. We are expatriates. We belong to heaven. ഒരു ദേവദാസൻ പറഞ്ഞതും, my home is in heaven, I am traveling through this world. അബ്രഹാമിനെ പോലെ ദർശനം പ്രാപിക്കണം. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരുന്നും. നമ്മൾ മോശയെ കുറിച്ച് പഠിക്കുന്നു. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിന് അടുത്ത ഫറവോനായി തീരുന്നതിനേക്കാൾ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി തീരുന്നതിനേക്കാൾ, ക്രിസ്തുവിന്റെ നിന്ന, disgrace for the sake of the kingdom of God, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുവാനിടയായി തീർന്നു. അതുപോലെ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. സോ നമ്മൾ പ്രാർത്ഥിക്കണം, ലോർഡ് പ്ലീസ് ഓപ്പൺ മൈ ഹാർട്ട്, വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, so that I should know what is the purpose of my calling. എങ്ങനെയും പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവൻ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് കളയാൻ കഴിഞ്ഞാൽ, ക്രിസ്തുവിന് വേണ്ടി, if we live, we should live for the Christ. If we die, we should die for Christ. ജീവിക്കുന്നുവെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും. മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കും. ദുഷ്ടന്മാർക്ക് വേണ്ടി മരിക്കാൻ എത്രയോ കോടിക്കണക്കിന് ആളുകളാ. നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര ക്രിസ്തീയ പെൺകുട്ടികളാണ് മതം മാറി അഫ്ഗാനിസ്ഥാനിൽ പോയി പൊട്ടിത്തെറിച്ചതും. എന്ത് കിട്ടാൻ വേണ്ടിയാ? സ്വർഗം കിട്ടാൻ വേണ്ടി. സിറിയയിൽ പോയി പൊട്ടിത്തെറിച്ചു. ഇറാഖിൽ പോയി എത്രായിരം എണ്ണമാണ് ഈ മരിക്കാൻ വേണ്ടി പോയെന്നറിയാമോ?
നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും 100% ലിറ്ററസിയുള്ള രാജ്യത്തിൽ നിന്നും എന്തുവാ? Their aim is to get heaven, paradise. എന്നാൽ നമുക്കറിയാം പാരഡൈസ് കിട്ടുമോ? നിരപരാധികളെ കൊന്നിട്ട് അവരുടെ രക്തം ചിന്തിയാൽ സ്വർഗരാജ്യം കിട്ടുമോ? ആർക്കാ സ്വർഗരാജ്യം കിട്ടുന്നതും? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ സ്വർഗരാജ്യം ദൈവം പ്രാധാന്യം ചെയ്തു. നമുക്കറിയാം ആർക്കാണ് സ്വർഗരാജ്യം കിട്ടുന്നതെന്നും. ഈ സ്വർഗരാജ്യത്തിന് വേണ്ടി, ഈ നിത്യരാജ്യത്തിന് വേണ്ടി, നല്ല കർത്താവിന് വേണ്ടി why can't spare our life, നമ്മുടെ ജീവിതം എന്തുകൊണ്ട് നമുക്ക് കൊടുത്തുവിടാം? What is his commandment? Matthew chapter 28 verses 18. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ therefore you go, നിങ്ങൾ പുറപ്പെട്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പിൻ. All authority under heaven and earth has been given unto me. Therefore you go and preach the gospel and make them disciples, baptize them in the name of Father, Son and the Holy Spirit. I will be with you. All authority. I am the supreme power. I am the sovereign God. I am the controlling of the universe. I am the King of Kings. All authority under heaven and earth has been given unto me. You go. പുറപ്പെട്ടു പോകുക. This is his commandment. It's not a request. It's not a humble request. It's a commandment. It's an order from the Most High. കൽപ്പനയാണ്. ഈ കൽപ്പന നമ്മൾ അനുസരിക്കണം. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 5. മാർക്ക് 16:5, 16:5. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. You go and preach the gospel to all creation, all creatures. സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കണം. പിന്നെ നമ്മൾ വായിക്കുന്നുണ്ട് Acts chapter 10:42, he commanded us to preach the gospel. അവൻ കൽപ്പിച്ചിരിക്കുന്നു സുവിശേഷം പ്രസംഗിക്കണമെന്നും. പൗലോസ് പറയുകയാണ്, oh unto me if I do not preach gospel, I'm perished, I am നശിച്ചു പോയി. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ ഞാൻ നശിച്ചു പോയി, ഞാൻ ഇല്ല. I have been crucified with my Lord Jesus. No longer I, but Christ lives in me. ഞാൻ എന്ന് പറയുന്ന മനുഷ്യനില്ല, ക്രിസ്തു എന്നിൽ ജീവിക്കണം. സുവിശേഷം. So what is, നിങ്ങൾ പോയി ഫലം കായ്ക്കണം. You go and bear fruit. What is the fruit of a Christian? ഒരു ക്രിസ്ത്യാനിയുടെ ഫലം എന്ന് പറയുന്നത് എന്തുവാ? 100 dirhams കൊടുക്കുന്നതാണ്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി 10 dirhams സ്വത്രപ്പെട്ടിയിൽ ഇടുന്നതാണ്. 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതാണ്. സഭായോഗത്തിന് പോകുന്നതാണ്. വാട്ട് ഈസ് ദ ഫ്രൂട്ട് ഓഫ് എ ക്രിസ്ത്യൻ? ഫ്രൂട്ട് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് നോട്ട് 100 dirhams. ഫ്രൂട്ട് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് an another Christian. ക്രിസ്ത്യാനിയുടെ ഫലം എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്ത്യാനിയാണ്. ആത്മാക്കളെ നേടണം. പ്രാർത്ഥിച്ച് കാറ് നേടാൻ പറ്റും, ഉപവസിച്ച് വീട് നേടാൻ പറ്റും, പ്രാർത്ഥിച്ച് നല്ല ജോലി നേടുവാൻ വേണ്ടി കഴിയും, പ്രാർത്ഥിച്ച് മക്കൾക്ക് നല്ല മാർക്ക് കിട്ടും. പക്ഷെ ഇതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകണം. ഈ പ്രാർത്ഥിച്ച് നേടുന്നതൊന്നും, വർഷങ്ങൾ പ്രാർത്ഥിച്ച് നേടിയതൊന്നും നമ്മുടെ കൂടെ മുകളിലോട്ട് വരത്തില്ല. നമ്മുടെ കൂടെ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഒന്നിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. നശിച്ചു പോകുന്ന ഈ പെരിഷിംഗ് സാധനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കർത്താവ് പറഞ്ഞു, നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടിയല്ല, നിലനിൽക്കുന്ന നിത്യജീവന്റെ ആ വചനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ വാഞ്ചിപ്പീൻ. കൂടെ കൊണ്ടുപോകാൻ വേണ്ടി എന്ത് നമുക്ക് കൂടെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയും? ഒന്ന് ആത്മാക്കൾ. So when one day Jesus will ask you, one day we have to stand before the Lord. Jesus will ask you, I died for you, what have you done for me? At that time we should have something in our hand to present our beloved God. എന്തുവാ? ആത്മാക്കൾ. 1 soul, 10 soul, 100 soul, 1000 soul. Yes, at least ഒരു സോൾ, ഒരു ആത്മാവിനെങ്കിലും നേടിയിരിക്കണം. ഒരു താലന്തെങ്കിലും തരാതെ ആരും ദൈവം അയച്ചിട്ടില്ല. അവസാനം ലജ്ജിച്ചു പോകരുതും. Oh Lord, I was so busy, 12 hours duty, then so many WhatsApp calls, WhatsApp messages, Facebook time, so I was so busy, so sorry my Lord. You know, നീ അറിയുന്നു കർത്താവേ എന്റെ അവസ്ഥ എന്താണെന്ന്. There is no excuse. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. Seek first the kingdom of God and his righteousness, not on the last. We are seeking the kingdom of God on the last. എല്ലാം കഴിഞ്ഞും അവസാന സമയം ഉണ്ടെങ്കിൽ we are seeking on the last.
No, seek first the kingdom of God and his righteousness. ദൈവം പറയാണ്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ എല്ലാം ചോട്ടിൽ കോടാലി വെച്ചിരിക്കുക. നമ്മളെല്ലാം ഓരോ വൃക്ഷങ്ങളാണ്. നമ്മുടെ വീട്ടിലെല്ലാം നല്ല ഷാർപ്പ് എഡ്ജോട് കൂടിയും ആക്സ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഫലം കായ്ക്കാത്തതിനെ വെട്ടിയെടുത്ത് കളയും. നോ എക്സ്ക്യൂസ് അറ്റ് ഓൾ. ബലമില്ലാത്തതിനെ ദൈവസഭയ്ക്ക് വേണ്ട, ബലമില്ലാത്തതിനെ ദൈവത്തിന് വേണ്ട. ഒരു ക്രിസ്ത്യാനിയുടെ ബലം എന്ന് പറയുന്നത് മറ്റൊരു ക്രിസ്ത്യാനിയാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. സുവിശേഷം അല്ലാതെ മറ്റൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. സുവിശേഷം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരോട് നാം വിളിച്ചു പറഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞ സത്യം നമ്മൾ മാത്രം അത് മൂടി വെക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ ക്രൈം. ആ കുഷ്ഠരോഗികൾ ഉണ്ടല്ലോ, 3 കുഷ്ഠരോഗികൾ അരാമ്പാളയത്തിൽ പട്ടിണി കിടന്ന്, പട്ടണത്തിൽ കിടന്നാൽ മരിക്കും, ഇവിടെ കിടന്നാലും മരിക്കും. അതുകൊണ്ട് നമുക്ക് ശത്രുപാളയത്തിൽ പോകാം, എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ട് ചാകാം. അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ഭക്ഷണം തിന്നു, വയറ് നിറച്ച് തിന്നും, മൂക്കുമുട്ടത്ത് കഴിച്ചും, ഇഷ്ടംപോലെ ഭക്ഷണം അവിടെ ബാക്കി. അപ്പോൾ അവർ പറയുകയാണ്, നമ്മൾ ചെയ്യുന്നത് വലിയ പാപമാണ്. കാരണം പട്ടണത്തിൽ അനേകരെ ഇപ്പോഴും പിടഞ്ഞു മരിച്ച് പട്ടിണി കിടന്ന് മരിക്കുകയാണ്, വിശന്ന് മരിക്കുന്നു. ഇവിടെ ഇഷ്ടം പോലെ ഭക്ഷണമുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. നമ്മൾ ഇനിയും മിണ്ടാതെ ഇരുന്നാൽ കുറ്റം നമ്മുടെ മേൽ വരും. We should inform this good news to the king. രാജാവിനെ ഈ സന്തോഷ വർത്തമാനം നമ്മൾ അറിയിക്കണം. അറിയിച്ചില്ല എങ്കിൽ അത് പാപമാണ്. കാരണം ആയിരങ്ങൾ അവിടെ ചത്തുക, പട്ടിണി കിടന്ന് ചാകുകയാം. മരണത്തിന് വേണ്ടി വിറച്ചു ചെല്ലുന്നവരെ വിടുവിപ്പീൻ. ശമരിയക്കാരി സ്ത്രീക്ക് മനസ്സിലായി, the one who is standing before me is a Messiah. മശയ്യം ക്രിസ്തുവാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്നും ആ ശമരിയക്കാരി സ്ത്രീക്ക് മനസ്സിലായപ്പോൾ അവൾ സന്തോഷോ, എനിക്ക് മശിഹായ വെളിപ്പെട്ടും. മറ്റാർക്കും ഈ ശമരിയ പട്ടണത്തിൽ മശിഹ വെളിപ്പെട്ടിട്ടില്ല, എനിക്ക് മശിഹ വെളിപ്പെട്ടും. മശിഹായുടെ മുമ്പിൽ മുട്ടുകൊത്തി അവൾ മശിഹായുടെ കൂടെ ഇരിക്കുകയല്ല. അവൾക്കറിയാം മസയ്യ എന്ന് പറയുന്നതും എന്റെ മാത്രം രക്ഷിതാവല്ല, ലോകരക്ഷിതാവാണ്. The world should know that he is the Lord. The world should know that he is the savior of the world. എന്റെ മാത്രം രക്ഷിതാവല്ല. അവൾക്ക് വേണമെങ്കിൽ എനിക്ക് മശിഹ വെളിപ്പെട്ടു എന്ന് പറഞ്ഞ് അവിടെ കുത്തിയിരിക്കാമായിരുന്നു. അവൾ അവിടെ തൊട്ടിയും പാത്രമല്ല വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് she ran to the city and she was proclaiming the good news that I saw Messiah. Come and see the one who said whatever I did in my life. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനെ വന്ന് കാണുവേൻ. He might be the Messiah. അല്ലാതെ എനിക്ക് മാത്രം അടക്കി വയ്ക്കാൻ, എനിക്ക് രക്ഷ കിട്ടും, ഞാൻ സ്ഥാനപ്പെട്ടു, രക്ഷ എനിക്ക് മാത്രം കിട്ടി. നോ, നോട്ട് ഓൺലി യുവർ സാൽവേഷൻ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ്. അവൻ സകല ജനത്തിന്റെയും രക്ഷകനാണ്. ഈ രക്ഷയല്ല, നമുക്ക് ഈ രക്ഷ കിട്ടിയെങ്കിൽ we should tell this truth, we should proclaim this truth to the whole creation. അതിനായി ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. So may God bless you. ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരിക്കരുത്, ഒരേ ഒരു ആഗ്രഹമേ നമുക്ക് ഉണ്ടായിരിക്കാവൂ. മറ്റൊരു ലക്ഷ്യം നമുക്കുണ്ട്. സുവിശേഷം അല്ലാതെ മറ്റൊരു ലക്ഷ്യവും നമുക്കുണ്ടായിരിക്കാൻ പാടില്ല. നമ്മൾ ലജ്ജിച്ചു പോകരുത്. കർത്താവിന് വേണ്ടി അടി കൊള്ളുന്നത്, കർത്താവിന് വേണ്ടി തുപ്പൽ കൊള്ളുന്നത്, കർത്താവിന് വേണ്ടി ഉപദ്രവം ഏൽക്കുന്നതും, കർത്താവിന്റെ നാമത്തിന് വേണ്ടി അടി കൊണ്ട് ജാകുന്നതും അത് ഭാഗ്യമാണ്. അത് വലിയ പ്രതിഫലമാ. ലോകത്തിലെ ഏറ്റവും വലിയ സഭ എവിടാന്നറിയാമോ? സ്വാതന്ത്ര്യമുള്ള അമേരിക്കയിലോ യൂറോപ്പിലോ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സഭ ചൈനയിലാണ്. 150 മില്യൺ ബിലീവേഴ്സ്. അവിടെ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവന്റെ പാസ്പോർട്ട് സീസ് ചെയ്യും. ബൂട്ടിനടിയിൽ ആരെ ചവിട്ടി അരയ്ക്കും. ഡസൻ മാറ്റർ. ക്രിസ്ത്യാനികൾ ചൈനയിൽ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഇസ്ലാമിക രാജ്യത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളോടെന്നറിയാമോ? 7 മില്യൺ ക്രിസ്ത്യൻസ്. ഏറ്റവും കഠിനമായ നിയമമുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് വിപ്ലവം നടക്കുന്ന, സുവിശേഷ പ്രവൃത്തി നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങൾ സുവിശേഷം ദൈവം തികയ്ക്കും. സോ ഗ്രേറ്റ് കമ്മീഷൻ. എന്താണ് ഗ്രേറ്റ് കമ്മീഷൻ എന്ന് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഗ്രേറ്റ് കമ്മീഷൻ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പല മലയാളി പാസ്റ്റർമാരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിനെ കുറിച്ച് ഒരു അറിവില്ല. വിശ്വാസികളോട് ചോദിച്ചപ്പോൾ മലയാളികൾക്കൊന്നും വലിയ അറിവില്ല ഗ്രേറ്റ് കമ്മീഷൻ. പക്ഷെ ഒരു ഫിലിപ്പിനോ സഹോദരോട് ചോദിച്ചു, സിസ്റ്റർ, ഡു യു നോ വാട്ട് ഇസ് ദ ഗ്രേറ്റ് കമ്മീഷൻ ഇൻ ദ ബൈബിൾ? യെസ് പാസ്റ്റർ, ഐ നോ ദാറ്റ് മാത്യു ചാപ്റ്റർ 24 verse 14. മാത്യു 24:14 എന്താണെന്നറിയാമോ? The gospel of the kingdom shall be preached among all nations as a witness.
then the end will come. ഈ രാജ്യത്തിന്റെ സുവിശേഷം ലോകം മുഴുവനും സാക്ഷ്യമായി സകല ജാതികളുടെയും ഇടയിൽ സാക്ഷ്യമായി പ്രസ്താവിക്കപ്പെടും. then the end will come. കർത്താവ് തന്റെ വേല ചെയ്യും. നമ്മൾ മിണ്ടാതിരുന്നാലും ഇത്രയും വചനം കേട്ടിട്ടും if you are not taking a decision, if you are not moving forward, if you are not obeying the word of God, അതെ, കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ, സ്നേഹിക്കുന്നവൻ അവന്റെ കൽപ്പന അനുസരിച്ചിരിക്കും. So may God bless you. Love you so much. I bless all of you. Let you be witnesses in the different parts of this world. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you very much.